അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായം 8-ാം തിരുവചനം. അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായം 8-ാം തിരുവചനം. ബൈബിൾ ഉണ്ടോ? തുറന്നേ, നമുക്കറിയാവുന്നൊരു വചനമാണ്. തുറന്ന് വായിച്ചേ. അപ്പസ്തോല പ്രവർത്തനം 1:8. എന്താ പറഞ്ഞിരിക്കുന്ന വചനത്തിൽ? പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ശക്തി പ്രാപിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ ഈ ഭൂമിയിൽ നിന്നും പോകുന്നതിന് മുമ്പ് അവസാനമായിട്ട് പറഞ്ഞ കാര്യം എന്തുവാ? ഈശോ ഈ ഭൂമിയിൽ നിന്നും സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുമ്പ് അവസാനമായിട്ട് പറഞ്ഞ കാര്യം ഇപ്പൊ വായിച്ച വചനമാണ്. ഏതാണത്? അപ്പസ്തോല പ്രവർത്തനം 1:8. ഏതാ വചനം? എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയ മുഴുവനും സമരിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യമാണ് അപ്പസ്തോല പ്രവർത്തന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ജെറൂസലേമിലും യൂദയ മുഴുവനിലും സമരിയായിലും ശക്തി പ്രാപിക്കുന്ന അഭിഷേകം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു പവർ ഹൗസ് ആണ്. ഇതൊരു പവർ ഹൗസ് ആണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞു കൊടുത്ത് ഇതൊരു പവർ ഹൗസ് ആണ്. ഇതൊരു പവർ ഹൗസ് ആണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ശ്രദ്ധിച്ചേ, ഇനിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ബൈബിൾ ഉള്ളവർ ബൈബിളൊക്കെ തുറക്കണം. നോട്ട് ബുക്കൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് എഴുതിയെടുത്ത് പഠിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. ഈശോ സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുമ്പ് അവസാനമായിട്ട് ഈ പറഞ്ഞ കാര്യം ആരോടാ പറഞ്ഞത്? ആരോടാ പറഞ്ഞേ? ശിഷ്യന്മാരോടാണ് ഈശോ പറഞ്ഞത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന എന്നോടും നിന്നോടുമാണ് ഈ കാര്യത്തെക്കുറിച്ച് ഈശോ ഓർമ്മപ്പെടുത്തുന്നത്. എന്തു കാര്യത്തെക്കുറിച്ച്? പരിശുദ്ധാത്മാവിനെ കുറിച്ച്, പരിശുദ്ധാത്മാവിന്റെ ശക്തിയെക്കുറിച്ച് എന്നോടും നിന്നോടുമാണ് ഓർമ്മപ്പെടുത്തുന്നത്. ആമേൻ, ആമേൻ. വിശ്വസിക്കുന്ന ഒരൊച്ചത്തിൽ പറഞ്ഞേ ആമേൻ, 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 ആമേൻ. അങ്ങനെയെങ്കിൽ ശിഷ്യന്മാര് എങ്ങനെയാണ് ഈ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചത്? ആദിമ ക്രൈസ്തവ സമൂഹം എങ്ങനെയാണ് ബലപ്പെട്ടതെന്ന് ഒന്ന് വായിച്ചാലോ? തൊട്ടടുത്ത വചനം വായിച്ചേ. 9, 10, 11 വചനം വായിക്കണേ. അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായം, ആക്ട്സ് ഓഫ് ദ അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 1 വേഴ്സ് 9, 10, 11. 9-ാം വചനം ഒന്ന് വായിച്ചേ. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ നോക്കി നിൽക്കെ അവൻ ഉന്നതങ്ങളിലേക്ക് സമ്മോഹിക്കപ്പെട്ടു. യെസ്, അടുത്ത വചനം. ഒരു മേഘം വന്ന് അവനെ അവരുടെ ദൃഷ്ടിയിൽ നിന്നും മറച്ചു. നെക്സ്റ്റ് സെന്റൻസ്. അവൻ ആകാശത്തിലേക്ക് പോകുന്നത് അവർ നോക്കി നിൽക്കുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച 2 പേർ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് ഒരു കാര്യം ചോദിച്ചു. എന്താ ചോദിച്ചെന്ന് വായിച്ചേ. അല്ലയോ ഗലീലിയരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്റെ പ്രിയരെ, ഇങ്ങോട്ട് നോക്കിക്കേ. ഈശോ നമ്മുടെ മുമ്പിൽ നിന്ന് സ്വർഗത്തിലേക്ക് പോകുന്നു. ഒന്ന് നോക്കിക്കേ, പോകുന്നു. മോളോട്ട് നോക്കിക്കേ. മുകളിലോട്ട് പോകുന്നു. നോക്കി ചേച്ചി, മുകളിലോട്ട് പോകുന്നു. എല്ലാവരും മുകളിലോട്ട് നോക്കിക്കേ. വല്ലപ്പോഴും ഒന്ന് മുകളിലോട്ട് നോക്കണേ. ഈ താഴത്തോട്ട് നോക്കി മൊബൈൽ കുത്തി പലതിൻ്റെയും തല പോയിരിക്കും അല്ലേ? നമ്മളിപ്പോൾ മുകളിലോട്ട് അധികം നോക്കാറില്ല. എല്ലാവരും ഇങ്ങനെ കുത്തി നടക്കുക. മുകളിലോട്ട് നോക്കിക്കേ. കൊള്ളാം. അപ്പോൾ ഇങ്ങനെ മുകളിലോട്ട് നോക്കി ഇങ്ങനെ നമ്മൾ നിൽക്കുക. ഇനി എന്താ പ്രശ്നം എന്നറിയോ ചേച്ചി? മുകളിലോട്ട് നോക്കി നിൽക്കുക. പോയവൻ ഒരു കാര്യം പറഞ്ഞു. എന്ത് പറഞ്ഞു? നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കണമെന്ന് പറഞ്ഞു. ഈ പറഞ്ഞവൻ പോയി. ഈ ശിഷ്യന്മാരുടെ അവസ്ഥ എന്താ? ഇവരിങ്ങനെ ആകാശത്തോട്ട് നോക്കി നിൽക്കുക. അതുകൊണ്ടാണ് വെള്ളവസ്ത്രം ധരിച്ച മാലാഖ വന്നിട്ട് ഇവരോട് ചോദിച്ച ചോദ്യം, അല്ലയോ ഗലീലിയരെ, നിങ്ങൾ ഈ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളോട് ചോദിച്ച, നീ ആകാശത്തിലോട്ട് നോക്കി നിൽക്കുന്നത് എന്ത്? ചോദിച്ചു കൊടുത്തേ. നീ ആകാശത്തിലോട്ട് നോക്കി നിൽക്കുന്നത് എന്ത്? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ എന്ത് പറയും? നീ എന്താണ്, നീ അന്തം വിട്ട് നിൽക്കണേന്നൊക്കെ ചോദിക്കത്തില്ലേ? എടാ, ഇത് എന്നതാ? നീ എന്നാന്നിപ്പാ നിൽക്കണേ? ഇതെന്തൊരവസ്ഥയാ ഇതെന്താ ഇങ്ങനെ നിൽക്കുന്നേ? ജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മൾ നിൽക്കുന്നൊരു നിപ്പുണ്ടേ. ശിഷ്യന്മാര് വർഷങ്ങൾക്ക് മുമ്പ് നിന്ന നിപ്പ് ഏതാണെന്നറിയോ?
ഇനി എന്തു ചെയ്യണമെന്നറിയാതെ ഭാരപ്പെട്ട് നിൽക്കുന്ന നിപ്പ്. ആമേൻ, 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 ആമേൻ. എന്നെ കേൾക്കുന്ന ചേട്ടന്മാരെ, ചില സമയത്ത് നമ്മുടെ ഒരു നിപ്പുണ്ടല്ലോ, എന്താന്നൊരു പിടുത്തം കിട്ടുന്നില്ല, ഇനി എന്താ ചെയ്യേണ്ടെന്ന് അറിഞ്ഞുകൂടാ. ചേച്ചിമാരെ, ഇത് ഉള്ളിലുള്ള വിഷമല്ലേ, ഇനി എന്താ ചെയ്യേണ്ടെന്ന് ഒരു പിടുത്തമില്ല, വിഷമിച്ചിങ്ങനെ നിൽക്കുന്ന നിപ്പ്, ഭാരപ്പെട്ട് നിൽക്കുന്ന നിപ്പ. ഈ കഴിഞ്ഞ ദിവസം മകന്റെ ജീവിതത്തിൽ അരുതാത്ത ചില കാര്യങ്ങൾ സംഭവിച്ചതറിഞ്ഞ് വിഷമിച്ച് നിൽക്കുന്ന ഒരു അപ്പന്റെ മുഖം. ബാംഗ്ലൂരിൽ ഒരു ധ്യാന ശുശ്രൂഷയ്ക്ക് എന്നപ്പോൾ ഈ അപ്പൻ എൻ്റെ മുമ്പിൽ വന്ന് ഇങ്ങനെ നിൽക്കുക. ഈ ഉള്ളിൽ ഇങ്ങനെ കടന്ന് കലങ്ങി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആകപ്പാട് ഒരൊറ്റ മകനെ ഉള്ളെന്ന്, ഒറ്റ മകൻ, പൊന്നോമന മകൻ, ലാളിച്ച് വളർത്തിയതാ. പുറത്തു പറയാൻ പറ്റാത്ത വണ്ണമുള്ള സങ്കടം ഈ മനുഷ്യന്റെ ഉള്ളിൽ ഇങ്ങനെ കടന്നിങ്ങനെ അടിക്കുമ്പോൾ ഇയാൾ എൻ്റെ മുമ്പ് ഇങ്ങനെ നിന്നിട്ട് എന്നോട് ചോദിച്ചു, എന്നാ ചെയ്യാനാച്ചാ, ഇനി എന്നാ ചെയ്യാനാച്ചാ, എന്താന്നൊരു പിടുത്തം കിട്ടുന്നില്ല. അപ്പൻ പള്ളിയിലെ പ്രധാനപ്പെട്ട ആളാണ്, ഒരു ശുശ്രൂഷകനൊക്കെയാ, നാട്ടുകാരുടെ മുമ്പിൽ പേരും വിലയുമുള്ള മനുഷ്യനാ. പക്ഷേ മകന്റെ ചില കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം ചങ്കുപൊട്ടി അപ്പന്റെ ചോദ്യം, ഇനി എന്നാ ചെയ്യാനാന്ന്. ഇതൊരപ്പന്റെ മാത്രം ചോദ്യമൊന്നല്ല, ഇവിടെ ഇരിക്കുന്ന അനേകരുടെ ഉള്ളിലുള്ള ഞെടുക്കുന്ന ചോദ്യമാ. പുറത്ത് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ഇവിടെ ഇരിക്കുന്ന നമ്മുടെയൊക്കെ ഉള്ളില് കടന്നു പോകുന്ന അവസ്ഥ വല്ല മനുഷ്യനും പറഞ്ഞാൽ മനസ്സിലാവുമോ? ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. വല്ല മനുഷ്യനും പറഞ്ഞാൽ മനസ്സിലാവുമോ? ഈ പുറമേ കാണുന്നതല്ലെന്ന് അകത്തുള്ളത്. സത്യമല്ല ചേച്ചി? പുറമേ കാണുമ്പോൾ ടിപ് ടോപ്പാ, റെഡിയാ, കൊള്ളാം, കണ്ടു കഴിഞ്ഞാൽ തൊട്ടുമുത്താൻ തോന്നും. അതുപോലെയല്ല ചിലതിൻ്റെയൊക്കെ ഇരിപ്പ്, സത്യമായ കാര്യം. എന്നാൽ ഈ ഉള്ളിലുള്ള അവസ്ഥ അതൊരു മനുഷ്യന് പോലും മനസ്സിലാവുന്നില്ല. അത്രമേൽ ഭാരപ്പെട്ട അവസ്ഥ, അത്രമേൽ സങ്കടകരമായ കാര്യങ്ങൾ ഉള്ളിലൂടെ കടന്നു പോകുമ്പോൾ ചോദ്യം എന്താണെന്നറിയോ? ഇനിയിപ്പോൾ എന്നതാ ചെയ്യണ്ടേ? ഈ വിഷയത്തെ എങ്ങനെ കൈകാര്യം ചെയ്യും? ആകപ്പാടെ ഉണ്ടായിരുന്നതിന് സ്നേഹിച്ച് വളർത്തി വലുതാക്കി 18 വയസ്സ്, ഇങ്ങോട്ട് നോക്കിക്കേ ചേട്ടാ, 18 വയസ്സ് തികഞ്ഞ അന്ന് മകളെ, ഒറ്റ മോളെ ഉള്ളെന്ന്, അവൾ ഒരുത്തൻ്റെ കൂട്ടത്തിൽ പോയി. ഈ പോയവനോ ഇവളേക്കാളും 15 വയസ്സ് മൂത്തത്, കല്യാണം കഴിച്ച് 2 കുട്ടികളുള്ള ഒരുത്തൻ്റെ കൂട്ടത്തിൽ. ഈ അമ്മയുടെ ചോദ്യം, എൻ്റെ അച്ഛാ ഒരെണ്ണേ ഉള്ളൂ, ഞാൻ പൊന്നുപോലെ വളർത്തിയതാ, എന്നാ ചെയ്യേണ്ടെന്ന് എനിക്കൊരു പിടുത്തവും ഇല്ല. 18 വയസ്സായിട്ടുള്ള അച്ഛാ, എട്ടും പൊട്ടും തിരിയാത്ത പെണ്ണാ അത്, ഇനിയിപ്പം ഞാൻ എന്നതാ ചെയ്യേണ്ടത്? ഈ അമ്മ കൊണ്ട പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. പെണ്ണ് വന്നിട്ട് പറഞ്ഞു പോലീസുകാരോട്, എനിക്ക് ഇഷ്ടമുള്ളവൻ്റെ കൂട്ടത്തിൽ പോകും, 18 വയസ്സ് കഴിഞ്ഞു, ഇനി എൻ്റെ അമ്മയ്ക്ക് എൻ്റെ മേൽ അവകാശമൊന്നും ഇല്ല, എനിക്ക് ഇഷ്ടമുള്ള പോലെ ഞാൻ ജീവിച്ചോളാം, എനിക്ക് എൻ്റെ മാതാപിതാക്കളുടെ കൂടെ പോകണ്ട, ആ നരകത്തിൽ കഴിയണ്ട. അമ്മ ചങ്ക് കലങ്ങി ചോദിക്കുന്നു, അച്ഛാ ഞാൻ 18 വയസ്സ് വരെ പൊന്നോമനമായിട്ട് വളർത്തിയിട്ട് അവളിപ്പോൾ പറഞ്ഞത് കേട്ടോ നരകത്തിലാണെന്ന്. അച്ഛാ അങ്ങനെയാണോ ഞാൻ വളർത്തിയത്? കൊടുക്കാവുന്നതെല്ലാം കൊടുത്തില്ലേ? ചങ്ക് കലങ്ങിയ ഒരു അമ്മയുടെ ചോദ്യം, ഇനിയിപ്പോൾ എന്നതാ ചെയ്യണ്ടേ? ഇതൊരു അമ്മയുടെ അപ്പൻ്റെ ചോദ്യം മാത്രമൊന്നുമല്ല. ഇവിടെ നിന്ന് പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളുടെയും ഉള്ളിൽ കടന്നു പോകുന്ന അനേകം അനുഭവങ്ങളുടെ മുമ്പിൽ നമുക്കൊരു ചോദ്യമുണ്ട്, ഇനിയിപ്പോൾ ഞാൻ എന്നതാ ചെയ്യണ്ടേ? ഈ ചോദ്യമാണ് വർഷങ്ങൾക്ക് മുമ്പ് ആദിമ ക്രൈസ്തവ സമൂഹത്തിന്റെ രൂപകൽപ്പനയ്ക്ക് മുമ്പ് ശിഷ്യന്മാർ ചോദിച്ച ചോദ്യം, ഇനിയിപ്പോൾ എന്നതാ ചെയ്യണ്ടേ? ഒരെത്തും പിടിയും കിട്ടുന്നില്ലല്ലോ. അങ്ങനെ ആകാശത്തോട്ട് നോക്കി വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് ഒരു സ്ത്രീ സാവധാനം അങ്ങോട്ട് കടന്നു വന്നിട്ട് ഈ ശിഷ്യന്മാരോട് പറഞ്ഞു, മക്കളെ, എടാ നിങ്ങൾ വിഷമിക്കണ്ട കേട്ടോ, നിങ്ങൾ വിഷമിക്കേണ്ട, ഭാരപ്പെടേണ്ട. ആകാശത്തിലേക്ക് പോയ എൻ്റെ മകൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞില്ലേ, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കണമെന്ന്, പരിശുദ്ധാത്മാവിനെ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യം. എടാ മക്കളെ, അത് കിട്ടിക്കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ ശരിയാകും. അപ്പം ഇവന്മാർ ചോദിച്ചു, ഞങ്ങൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, പക്ഷേ ഇതെന്നതാ സാധനം? മലയാളത്തിലൊക്കെ നമ്മൾ പറയത്തില്ലേ, പട്ടിക്ക് മുഴുവൻ തേങ്ങ കിട്ടിയിട്ടുണ്ട്, ഇതെന്നതാ സാധനം? മനസ്സിലാക്കപ്പെട്ടിട്ടില്ല. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം അതിൻ്റെ 22-ാം തിരുവചനം ഒന്ന് വായിച്ചേ. സെന്റ് ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 20 വേഴ്സ് 22. ഈശോ ഉയർത്തെഴുന്നേറ്റ് അന്ന് ഒരു കാര്യം സമ്മാനിച്ചിരുന്നു. അതെന്തുവാ? വായിച്ചേ. ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവരോട് അരുളി ചെയ്തു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. കണ്ടോ?
ഈസ്റ്ററിന്റെ അന്ന്, ഉയർപ്പിന്റെ അന്ന് ഈശോ ശിഷ്യന്മാരെ വിളിച്ചിരുത്തിയിട്ട് അവരോട് പഠിപ്പിച്ച കാര്യം, എൻ്റെ മക്കളെ, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. സ്വരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എൻ്റെ പ്രിയരെ, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ചിന്തിച്ച്, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചിട്ടുണ്ടോ? ഉണ്ടോന്ന് എൻ്റെ ദൈവമേ, അല്ലേ? നമ്മളൊക്കെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചിട്ടുണ്ട്. എന്നാ സ്വീകരിച്ച പരിശുദ്ധാത്മാവിനെ? ആച്ചാപ്പറമ്പിലെ ചേട്ടാ, എന്നാ സ്വീകരിച്ച പരിശുദ്ധാത്മാവിനെ? എന്നാ സ്വീകരിച്ച? പറ. മാമോദീസയുടെ അന്ന് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചെന്ന്. മാമോദീസയുടെ അന്ന് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു. പിന്നെ എപ്പോഴെങ്കിലും സ്വീകരിച്ചോ? സ്ഥൈര്യലേപനത്തിൽ സ്വീകരിച്ചു, കൂദാശകളിലൊക്കെ സ്വീകരിക്കുന്നുണ്ട്. നല്ല കാര്യം. മാമോദീസായിൽ നമുക്ക് കിട്ടിയ പരിശുദ്ധാത്മാവ്, എൻ്റെ ഒരു ചോദ്യം, ഈ പരിശുദ്ധാത്മാവിനെ കിട്ടി, സ്വഭാവത്തിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? കിട്ടില്ല. ഒന്നും പറയണില്ലല്ലോ. അതിപ്പോ എന്നാ പറയാനല്ലേ? അതിങ്ങനെ ചോദിച്ചാൽ ഞങ്ങൾക്ക് കിട്ടി. പിന്നെ മാമോദീസായ്ക്ക് നമുക്കൊരു പേരും കൂടെ കിട്ടി, അല്ലേ? ബാപ്റ്റിസം നെയിമും കൂടെ കിട്ടി. എനിക്കും കിട്ടി, ഫ്രാൻസിസ് അസീസി. നല്ല വിശുദ്ധന്റെ പേര് കിട്ടി. സ്വഭാവോ? ഓരോരുത്തരും ചിന്തിച്ചോളൂ. ഈ ശിഷ്യന്മാര് അവർക്ക് കിട്ടിയ പരിശുദ്ധാത്മാവിനെ പക്ഷേ അവരുടെ ജീവിതത്തിൽ അവർക്ക് സ്വഭാവത്തിൽ അനുഭവിക്കാൻ സാധിച്ചില്ലെന്ന് ഇത് മനസ്സിലാക്കണമെങ്കിൽ തൊട്ടടുത്ത വചനം, അതായത് 21 അധ്യായം 3 വചനം ഒന്ന് വായിച്ചേ. ചാപ്റ്റർ 21, സെന്റ് ജോൺസ് ഗോസ്പൽ, യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായം 3 തിരുവചനം ഒന്ന് വായിച്ചേ. 3 തിരുവചനം. ശിമയോൻ പത്രോസ് പറഞ്ഞു, ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ്. കണ്ടോ, ആരാണ് പോണത്? പറഞ്ഞേ. ശിമയോൻ പത്രോസ് എന്ന് പറഞ്ഞാൽ ആരാ? പരിശുദ്ധാത്മാവിനെ കിട്ടിയവൻ. അവൻ എങ്ങോട്ട് പോകുന്നു? പറ. മീൻ പിടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ മീൻപിടുത്തം മോശമായത് കൊണ്ടല്ല, മറിച്ച് അവനോട് ഈശോ പറഞ്ഞിട്ടുള്ളതാ, എടാ പത്രോസേ, ഇനി നീ ഈ പിടുത്തമല്ല, നീ മനുഷ്യരെ പിടിക്കുന്നവനാണ്. ഇവിടെ ഇരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഏതെങ്കിലുമൊക്കെ ഒരു ശുശ്രൂഷ അവസരത്തിൽ ഇതുപോലെ നിന്റെ ഉള്ളിലും പരിശുദ്ധാത്മാവ് ചില കാര്യങ്ങൾ പഠിപ്പിച്ചതല്ലേ? ഈ ജെറുസലേം കൺവെൻഷൻ ഇന്നിവിടെ നടത്തപ്പെടുമ്പോൾ ഇതിനു മുമ്പ് പലതവണ ബൈബിൾ കൺവെൻഷനിൽ പങ്കെടുത്തവരല്ലേ ഞാനും നീയും, അല്ലേ? പറയുന്നു ഹല്ലേലൂയ. കഴിഞ്ഞ വർഷത്തെ ജെറുസലേം കൺവെൻഷന് പങ്കെടുത്തവരൊന്ന് കൈപൊക്കിക്കേ. കഴിഞ്ഞ വർഷത്തെ ജെറുസലേം കൺവെൻഷന് പങ്കെടുത്തവര് നന്നായിട്ട് കൈയൊന്ന് വീശിക്കേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ വർഷത്തെ ജെറുസലേം കൺവെൻഷന് പങ്കെടുക്കുന്നവര് സംശയമാണോ? എല്ലാവരും ഉണ്ടല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആദ്യമായിട്ട് വരുന്നവര്, ആദ്യമായിട്ട് ഈ വർഷത്തെ കഴിഞ്ഞ വർഷം വന്നില്ല, ഈ വർഷമാണ് വന്നത്, അങ്ങനെയുള്ളവര് ഒന്ന് കൈവശിക്കേ. യെസ്, വെരി ഗുഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഉറപ്പ്, ഇതിനു മുമ്പ് ഏതൊക്കെയോ ധ്യാനങ്ങളിൽ, ഏതൊക്കെയോ ശുശ്രൂഷകളിൽ അഭിഷേകം കിട്ടിയവരാണ് നമ്മളൊക്കെ. ആ കിട്ടിയ സമയത്ത് പരിശുദ്ധാത്മാവ് ചില കാര്യങ്ങൾ നിന്നോട് വ്യക്തമായിട്ട് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ഇനി നിന്റെ ജീവിതത്തിൽ ഇങ്ങനെ പോയേക്കരുത്. നിന്റെ ജീവിതത്തിൽ ഈ ശുശ്രൂഷയുടെ കാര്യങ്ങൾ നീ ശ്രദ്ധിക്കണം. നിന്റെ ഭാവി ജീവിതം ഇങ്ങനെ ആയിരിക്കണം. അങ്ങനെ തുടങ്ങി 100,000 കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് ഓരോ ശുശ്രൂഷ അവസരത്തിലും എന്നെ നിന്നെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഒച്ചത്തിൽ പറഞ്ഞേ ആമേൻ, 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 ആമേൻ. എന്നിട്ട് എന്തായി? 2025 അവസാനിക്കാറായെന്ന്. എന്നിട്ട് എന്തായി? എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമുക്കെന്നും വേണ്ടത് ഈ കാലഘട്ടത്തിന്റെ അഭിഷേകത്തിൽ നമ്മൾ വളരണം. എന്താണെന്നറിയോ? ഈ കാലഘട്ടത്തിന്റെ അഭിഷേകം, അതൊരു വാക്കാണ്, അതൊന്ന് പഠിച്ചോ. ഈ കാലഘട്ടത്തിന്റെ അഭിഷേകം. പറഞ്ഞേ. ഈ കാലഘട്ടത്തിന്റെ ഇത് ഞാൻ പറയാൻ കാരണം എന്നാന്നറിയോ? ഇവിടെ ഇരിക്കുന്ന ചിലരുണ്ട്, അച്ഛൻ എന്നെ അറിയത്തില്ലേ, 1995 പോട്ടാശ്രമത്തിൽ വന്ന് ഞാൻ ശുശ്രൂഷയിൽ സ്വീകരിച്ചത്. ആയിക്കോട്ടെ, അതേതാ വർഷം? 1995. ഇതേതാ വർഷം? 2025. ഇനി വേറെ ചിലരുണ്ട്, ഞാൻ 2 വർഷം മുമ്പ് ഞാൻ അവിടെ പോയി ഇവിടെ പോയി. ആയിക്കോട്ടെ. എന്താ നിന്റെ ഇപ്പോഴത്തെ അവസ്ഥ? 2025 അവസാനിക്കാറാകുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ഒരു തലമുറ മനസ്സിലാക്കണം, കാലം അങ്ങോട്ട് മാറിയേ, ജീവിത ശൈലി അങ്ങോട്ട് മാറിക്കൊണ്ടിരിക്കുക. ഈ ആകാശത്തിലേക്ക് നോക്കിക്കൊണ്ട് ശിഷ്യന്മാർ നിന്നതുപോലെ നമ്മൾ ഇന്ന് നിൽക്കുമ്പോൾ നമ്മളൊരു കാര്യം അറിയണം, ജീവിത ശൈലികൾ മാറി. ഇനി ഒന്നും വേണ്ട, നിങ്ങളുടെ മക്കള് പറയുന്ന ഭാഷ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഉണ്ടോന്ന്? അവരെന്തൊക്കെയാ പറയണേ?
അവരെന്തൊക്കെയോ പിറുപിറുക്കുന്ന നിങ്ങൾക്ക് വല്ലതും മനസ്സിലാവുന്നുണ്ടോ? ഈ മാതാപിതാക്കളെ വീട്ടിലിരുന്നു കൊണ്ട് നമ്മൾ മക്കളെയൊക്കെ ഉപദേശിക്കുകയും പറയുകയും ചെയ്യുമ്പോൾ അവരെന്തുവാ പറയുന്നേ? അവര് നമ്മൾ പറയുന്നത് കണ്ടിട്ട് പുച്ഛിക്കുകയും കളിയാക്കി ചിരിക്കുകയല്ല ചെയ്യുന്നത്. ഇപ്പൊ തന്നെ ഇന്ന് തന്നെ നിങ്ങൾ ചിന്തിച്ചേ, ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടിലുള്ള ചിലരെയൊക്കെ എടാ വാടാ ജെറുസലേം കൺവെൻഷന് പോകാം, അമ്മ പോയാ മതി, അമ്മ പൊക്കോന്ന്, എന്നെ വിളിക്കണ്ട. മക്കളുടെ സ്വഭാവ ശൈലികൾക്കൊക്കെ ഒരു മാറ്റം വന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞ തലമുറയൊന്നങ്ങോട്ട് മാറി. 2024 മലയാളത്തിൽ പിറന്ന ഒരു പുണ്യപദം ഏതാണെന്നറിയോ? തന്ത വൈബ്. തെറി പറഞ്ഞതല്ലേ ചേച്ചി, തന്ത വൈബ്. എന്ത് വൈബ്? എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അപ്പനോ മുതിർന്നവരോ മക്കളെ ഉപദേശിക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് മക്കൾ പറയും തന്ത വൈബ് തുടങ്ങിയിട്ടുണ്ട്. അമ്മ ഉപദേശിക്കാൻ തുടങ്ങുമ്പോൾ എന്ത് പറയും? തള്ള വൈബ് തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ വൈബാണെന്ന്. കഴിഞ്ഞ ദിവസം ധ്യാനിക്കാൻ വന്ന ഒരു കുടുംബം, എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ചെറുക്കൻ ക്ലാസ്സിൽ കയറാതെ പുറത്ത് നിൽക്കുന്നു. ധ്യാനത്തിന് ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നു. കോളേജിൽ പഠിക്കുന്ന ചെറുക്കൻ പുറത്ത് ലല്ലല്ല പാടി നടക്കുന്നത് കണ്ട് ഞാൻ ചെന്നിട്ട് ചോദിച്ചു, എടാ ക്ലാസ്സിൽ കയറുന്നില്ലേ? ഓ ഫാദറെ, എനിക്കിപ്പോ ക്ലാസ്സിലിരിക്കാൻ ഒരു വൈബില്ല. എന്തില്ല? വൈബില്ല. ഇനിയിപ്പോ ഇവൻ എപ്പോഴാണാവോ വൈബ് ഉണ്ടാവുന്നത്? വൈബ് അവനിരിക്കാനൊരു മൂഡില്ലെന്ന്. കാലം മാറി, മക്കൾ പറയുന്ന ഭാഷകൾ മാറി. ഇവിടെ ഇരിക്കുന്ന നമ്മുടെയൊക്കെ ജീവിത ശൈലികൾ, നമ്മൾ പണ്ട് മുതൽ 995 ഞാൻ അങ്ങനെ കൂടി ഇങ്ങനെ കൂടി 2000 2022 എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഓർക്കേണ്ട കാര്യം, ഈ കാലഘട്ടത്തിന്റെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായം 8 മുതലുള്ള വചനത്തിൽ ഇവിടെ ഇരിക്കുന്ന ജെറുസലേം നഗരിയിൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, നമ്മൾ ഇന്ന് ഇവിടെ ഇരുന്ന് ആഗ്രഹിക്കേണ്ടത് ഈ കാലഘട്ടത്തിന്റെ അഭിഷേകം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആൾക്കൊന്ന് കൈ കൊടുത്തോണ്ട് പറഞ്ഞേ, ഈ കാലഘട്ടത്തിന്റെ അഭിഷേകം. ഈ കാലഘട്ടത്തിന്റെ അഭിഷേകം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു സ്ത്രീ അങ്ങോട്ട് കടന്നു വന്നിട്ട് ഈ ശിഷ്യന്മാരെയൊക്കെ പിടിച്ചു നിർത്തിയിട്ട് പറഞ്ഞടാ, മക്കളെ നിങ്ങൾ വിഷമിക്കേണ്ടടാ, നിങ്ങൾ വിഷമിക്കേണ്ടടാ, ദേ പരിശുദ്ധാത്മാവിനെ കുറിച്ച് എനിക്കറിയാം, ഞാൻ നിങ്ങളെ പഠിപ്പിക്കാം. എന്നിട്ട് ആ സ്ത്രീ അവിടെ ഇരുത്തി 10 ദിവസം ആ ദൈവജനത്തെ കുത്തിയിരുത്തി പഠിപ്പിച്ചു. ഒറ്റ കാര്യം പഠിപ്പിച്ചുള്ളൂ. എന്തിനെ കുറിച്ച്? പരിശുദ്ധാത്മാവ്, പരിശുദ്ധാത്മാവ്, പരിശുദ്ധാത്മാവ്. പറഞ്ഞു കൊടുത്ത മുഴുവനും തൻ്റെ ജീവിതത്തിൽ താൻ അനുഭവിച്ച പരിശുദ്ധാത്മാവിനെ ആ സ്ത്രീ പങ്കുവച്ചു. ആ സ്ത്രീയുടെ പേരെന്തുവാ? ഒച്ചത്തിപ്പറ. പരിശുദ്ധ മറിയം. പരിശുദ്ധ മറിയം ദേ ജെറുസലേം നഗരിയുടെ പരിശുദ്ധ അൾത്താരയോട് ചേർത്ത് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം വെച്ചിരിക്കുന്നതിന്റെ അർത്ഥം എന്താണെന്നറിയോ? പരിശുദ്ധ അമ്മയാണ് ഈ കൺവെൻഷന് നമ്മളെ ഇവിടെ ഇരുത്തിക്കൊണ്ട് നമ്മളെ ഈ ധ്യാനത്തിന് നയിക്കുന്ന ഒരു ശക്തി. വിശ്വസിക്കുന്നവര് നല്ലൊരു കയ്യടി കൊടുത്തേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആദിമ ക്രൈസ്തവ സമൂഹം അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായത്തിൽ പഠിപ്പിക്കുന്നു, 120ഓളം പേര് പരിശുദ്ധ അമ്മയുടെ നേതൃത്വത്തിന് കീഴില് 10 ദിവസം അവിടെ ഇരുന്നു കൊണ്ട് ആവർത്തിച്ച് ഒരൊറ്റ കാര്യമേ പ്രാർത്ഥിച്ചുള്ളൂ. എന്തിനു വേണ്ടി? പരിശുദ്ധാത്മാവിന് വേണ്ടി, കാലഘട്ടത്തിന്റെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചത് കൊണ്ടാണ് 10-ാം ദിനത്തിൽ അവർ പന്തക്കുസ്ത അനുഭവം സ്വീകരിച്ചത്. ഇത് സംഭവിച്ചിട്ട് വർഷങ്ങളേറെ കഴിഞ്ഞു. ഇന്ന് ഈ ജെറുസലേം നഗരിയിൽ ഇപ്രകാരം ഒരു ബൈബിൾ കൺവെൻഷൻ നടത്തുമ്പോൾ പരിശുദ്ധ അമ്മ നമ്മളെ പഠിപ്പിക്കുന്നത്, മക്കളെ ഒരു 2-ാം പന്തക്കുസ്തയുടെ അഭിഷേകത്തിന് ഒരുങ്ങേണ്ട സമയമായില്ലേ? ഈ കാലഘട്ടത്തിന്റെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഇങ്ങനെയുള്ള കൂട്ടായ്മയുടെ ആത്യന്തികമായ ലക്ഷ്യമെന്ന് പറയുന്നത് പരിശുദ്ധാത്മാഭിഷേകം, ഈ കാലഘട്ടത്തിന്റെ അഭിഷേകം. ഹല്ലേലൂയ, ഹല്ലേലൂയ. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചേ, 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ചേ. ഒന്ന് കണ്ണടച്ചോളൂ. എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിന്റെ ജീവിതത്തിൽ നീ കടന്നുപോയ അനുഭവങ്ങളെ മുഴുവൻ ഈ പരിശുദ്ധാത്മാ ശക്തിയിൽ സമർപ്പിച്ചേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഈ കാലഘട്ടത്തിന്റെ അഭിഷേകം എൻ്റെ മേൽ അത്ഭുതകരമായിട്ട് ചൊരിയണം. ആഗ്രഹിക്കണം, പ്രാർത്ഥിക്കണം. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പരിശുദ്ധാത്മാവേ എന്ന്
ഒന്ന് വിളിച്ചേ, 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 വിളിച്ചേ. പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ചേ. പോരാ, പോരാ, പോരാ. സ്വരമുയർത്തി വിളിച്ചേ. പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ചേ. പരിശുദ്ധാത്മാവേ, ഹല്ലേലൂയാ, പരിശുദ്ധാത്മാവേ, ഹല്ലേലൂയാ, ഹല്ലേലൂയ, ഹല്ലേലൂയാ, ഹല്ലേലൂയ. അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായം 14-ാം തിരുവചനം. തുറന്നേ ബൈബിള് തുറന്നേ. ആക്ട്സ് ഓഫ് ദ അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 1 വേഴ്സ് 14. അപ്പസ്തോല പ്രവർത്തനം 1:14. അതിൽ എഴുതിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്. പരിശുദ്ധ അമ്മയെ കുറിച്ചുള്ള പരാമർശം വായിച്ചാലോ? ഇവർ ഏകമനസ്സോടെ യേശുവിന്റെ അമ്മയായ മറിയത്തോടും മറ്റു സ്ത്രീകളോടുമൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. കണ്ടോ പരിശുദ്ധ അമ്മ ഈ മക്കളെ ഇങ്ങനെ ചേർത്ത് പിടിച്ചു. എന്നിട്ട് അവരെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഠിപ്പിച്ചു. അങ്ങനെയാണ് അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വചനത്തിന്റെ പൂർത്തീകരണം സംഭവിച്ചത്. വായിച്ചേ. ആക്ട്സ് ഓഫ് ദ അപ്പോസ്റ്റൽസ് അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വചനം വായിച്ചോ. പന്തക്കോസ്ത ദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. കൊടുങ്കാറ്റടിക്കുന്നത് പോലുള്ള ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്തുനിന്നുണ്ടായി. അത് അവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു. അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെ മേൽ വന്നു നിൽക്കുന്നതായി അവർ കണ്ടു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. വലതുകര ഉയർത്തിപ്പിടിച്ച് ഇടതുകര നെഞ്ചോട് ചേർത്ത വചനം ഏറ്റെടുത്ത് അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. പറഞ്ഞേ അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ആത്മാവ് കൊടുത്ത ഭാഷണ വരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൈതാത്തിക്കേ. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ പ്രവർത്തിക്കുമ്പോൾ ആ വ്യക്തിയുടെ ശരീരത്തിലെ ഏത് അവയവത്തെയാണ് ആദ്യം കയറി പിടിക്കണമെന്നറിയോ? ആ വ്യക്തിയുടെ നാവ്, സംസാരം. വചനം പറയുന്നു, പരിശുദ്ധാത്മാവ് കൊടുത്ത ഭാഷണ വരമനുസരിച്ച് വിവിധ ഭാഷകളിൽ അവർ സംസാരിക്കാൻ തുടങ്ങി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് മനസ്സിലായി? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിനെ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും സംസാരത്തിലേക്ക് പരിശുദ്ധാത്മാവ് ഇടപെടാൻ വരുന്നു. ആമേൻ, 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 ആമേൻ. നമ്മുടെ നാവ് ഇത് പരിശുദ്ധാത്മാവിന്റെ അതിശക്തമായ വലിയൊരു ഉപകരണമായി പരിശുദ്ധാത്മാവ് മാറ്റും. ആമേൻ, 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 ആമേൻ. നാവ് തുറന്നു പറ ആമേൻ. ആമേൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? അപ്രകാരം തന്നെ സംഭവിക്കട്ടെ. ആമേൻ, 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 ആമേൻ. ചിലർക്കുണ്ടല്ലോ വാ തുറന്ന ഇങ്ങനെ പ്രാർത്ഥിക്കാൻ വരുമ്പോഴത്തേക്ക് ഒച്ച വരത്തില്ല. എന്നാൽ അതേ സമയം തന്നെ വീട്ടിലൊക്കെ ഇരുന്നു കൊണ്ട് ചീത്ത പറയുമ്പോൾ, ദേഷ്യം വരുമ്പോൾ എന്നെ ഒച്ചയാ. അപ്പൊ ഈ ദേഷ്യം വരുമ്പോൾ വാക്ക് വായിൽ നിന്ന് വീഴുന്നത് പരിശുദ്ധാത്മാവിന്റെ ആണോ അതോ ദുഷ്ടാത്മാവിന്റെ ആണോ? ദുഷ്ടാത്മാവിന്റെ അല്ലേ? നമുക്കറിയാം അല്ലേ? അപ്പൊ നമ്മൾ ഓർത്ത് നോക്കിക്കേ, നമ്മുടെ നാവ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയാ? പരിശുദ്ധാത്മാവിന് വേണ്ടിയാണോ ദുഷ്ടാത്മാവിന് വേണ്ടിയാണോ? അങ്ങനെയെങ്കിൽ ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ, നിന്റെ നാവിനെ പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയോ? ഈ നാവ് പരിശുദ്ധാത്മാവിന് വിട്ടുകൊടുക്കണം. ഹല്ലേലൂയാ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി എത്രത്തോളം ഉച്ചത്തിൽ പരിശുദ്ധാത്മാവേ എന്ന് വിളിക്കാവോ അത്രത്തോളം ഉച്ചത്തിൽ ഒരൊറ്റ വിളി വിളിച്ചേ, പരിശുദ്ധാത്മാവേ. ഒന്നും കൂടെ വിളിച്ചേ, പരിശുദ്ധാത്മാവേ. ഒന്നും കൂടെ വിളിച്ചേ, പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയാ, ഹല്ലേലൂയ. യേശുവേ എന്ന് വിളിക്കുന്നത് പോലെ തന്നെ വിളിച്ചു പ്രാർത്ഥിക്കേണ്ട ഒരു പേരാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ്, പരിശുദ്ധാത്മാവ്. എന്തിനെന്നറിയോ? ഇങ്ങനെ ഒരു ബൈബിൾ കൺവെൻഷൻ നടക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശക്തി വീണ്ടും ഈ കാലഘട്ടത്തിന്റെ അഭിഷേകമായിട്ട് മാറാൻ നമ്മൾ ആഗ്രഹിക്കുകയാണ്. കാരണം ആദിമ ക്രൈസ്തവ സമൂഹം പന്തക്കുസ്ത അനുഭവം സ്വീകരിച്ചു. പിന്നീട് അവർ പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഉണ്ടോ? എന്തെങ്കിലുമൊക്കെ പറ.
ഉണ്ടോ? അതോ അവര് ചിന്തിച്ചു യെസ് എനിക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടി, ഇനി എനിക്ക് കുഴപ്പമൊന്നുമില്ല, അങ്ങനെയാണോ ജീവിതം? അല്ലെന്ന്. ഒന്ന് വായിച്ചേ, അപ്പസ്തോല പ്രവർത്തനം 4-ാം അധ്യായം 31-ാം തിരുവചനം വായിച്ചേ. ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 4 വേഴ്സ് 31. 4-ാം അധ്യായം 31-ാം തിരുവചനം ഒന്ന് വായിച്ചേ. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവർ സമ്മേളിച്ചിരുന്ന സ്ഥലം കുലുങ്ങി. കണ്ടോ എന്ന് പറഞ്ഞ് എന്ത് മനസ്സിലായി? 2-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കിട്ടിയ അപ്പസ്തോലന്മാരെ കുറിച്ച് വചനം പിന്നീട് പഠിപ്പിക്കുന്നു. അവരുടെ പരിശുദ്ധാത്മാവിന്റെ നിറവിനാൽ അവരുടെ ജീവിതത്തിൽ അതിശക്തമായ ഒരു കുലുക്കം ഉണ്ടായി, ഒരു ചലനം ഉണ്ടായി. ആമേൻ, 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 ആമേൻ. അതല്ലാതെ എനിക്ക് പണ്ട് പരിശുദ്ധാത്മാവിനെ കിട്ടിയതാണ്, ഞാൻ ആ ധ്യാനത്തിൽ കൂടിയപ്പോൾ, ഞാൻ ഈ ധ്യാനത്തിൽ കൂടിയപ്പോൾ എന്നും പറഞ്ഞ് പഴയ കണക്കും പറഞ്ഞുകൊണ്ടിരിക്കാനല്ല, മറിച്ച് ഇപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ ഈ കാലഘട്ടത്തിന്റെ അഭിഷേകം, ഈ കാലഘട്ടത്തിന്റെ അനോയിന്റിങ് ഇന്ന് ഇവിടെ ഈ 2025 ഡിസംബർ മാസത്തിൽ ഇരിക്കുമ്പോൾ ഞാനും നീയും അനുഭവിക്കണം. അതിനാണ് പരിശുദ്ധാത്മാവ് നിന്നെ ഇവിടെ കൊണ്ടുവന്നിരുത്തിയിരിക്കുന്നത്. വിശ്വസിക്കുന്നവരൊന്ന് കൈയടിച്ചത് ഏറ്റെടുത്തേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 4-ാം അധ്യായം 8-ാം തിരുവചനം ഒന്ന് വായിച്ചേ. അപ്പസ്തോല പ്രവർത്തനം 4:8. 4-ാം അധ്യായം 8-ാം തിരുവചനം ഒന്ന് വായിച്ചേ. അപ്പോൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. അപ്പൊ ഒരു കാര്യം മനസ്സിലായേ? എന്തു മനസ്സിലായി? ഈ പരിശുദ്ധാത്മാവിന്റെ നിറവ് എന്ന് പറയുന്നത് പന്തക്കുസ്തായിൽ മാത്രം അനുഭവിച്ച് ഒറ്റ ദിവസം അനുഭവിച്ച് മാറ്റി നിർത്തിയതല്ല, മറിച്ച് അവർക്ക് എപ്പോഴെല്ലാം കൂട്ടായ്മകൾ ഉണ്ടായോ അപ്പോഴെല്ലാം ആവർത്തിച്ച് ഈ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി ശിഷ്യന്മാർ ആഗ്രഹിച്ചു, പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോഴെല്ലാം ആ അന്തരീക്ഷത്തിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി ആഞ്ഞടിക്കാൻ തുടങ്ങി. 2 കരങ്ങൾ ഉയർത്തി ഒരൊറ്റ വിളി, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. ഒന്നും കൂടെ വിളിച്ചേ, പരിശുദ്ധാത്മാവേ. ശക്തിയിലൊന്ന് വിളിച്ചേ, പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയാ, ഹല്ലേലൂയ, ഹല്ലേലൂയാ, ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. നമ്മളൊക്കെ മൊബൈൽ ഫോണൊക്കെ ഉപയോഗിക്കുന്നവരല്ലേ? ഈ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതനുസരിച്ച് ചാർജ് കൂടുവോ കുറയുവോ? കുറയുമ്പോൾ എന്ത് ചെയ്യും ചേച്ചി? നമ്മൾ അത് കൊണ്ടുപോയി ചാർജ് ചെയ്യാൻ കുത്തും അല്ലേ? ഇങ്ങനെ കുത്തി വെച്ചു, എന്നിട്ട് 2 മണിക്കൂർ കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോൾ ദൈവമേ ചാർജ് കയറിയില്ല. അപ്പോഴാണ് മനസ്സിലാവുന്നത് സ്വിച്ച് ഓണാക്കാൻ മറന്നുപോയി. ചിലപ്പോൾ സംഭവിക്കില്ലേ? സ്വിച്ച് ഓണാക്കാൻ മറന്നുപോയി. അപ്പം നമ്മൾ സ്വിച്ച് ഓണാക്കി വയറൊക്കെ പ്രോപ്പറായിട്ട് കണക്ട് ചെയ്തെന്ന് ഉറപ്പിക്കും അല്ലേ? അപ്പം നമ്മുടെ ഈ മൊബൈൽ ഫോണിൽ ചാർജ് കയറും. ചാർജ് ഉണ്ടെങ്കിലേ ആ മൊബൈൽ കൊണ്ട് ഗുണമുള്ളൂ അല്ലേ? 1.5 ലക്ഷം രൂപയുടെയും 10 ലക്ഷം രൂപയുടെ മൊബൈലാണെന്ന് പറഞ്ഞാലും ചാർജ് ഇല്ലെങ്കിൽ എന്തെങ്കിലും ഗുണമുണ്ടോ? ഒരു ഗുണവുമില്ല. കാണാൻ കൊള്ളാം, കാര്യത്തിന് കൊള്ളിയല. കാണാൻ കൊള്ളാം, അവിടെ ഇരിപ്പുണ്ട്, എന്നാൽ ഒരു കാര്യത്തിനും കൊള്ളിയല. ചില ആളുകളെ കുറിച്ച് നമ്മൾ പറയല്ലേ, കാണാൻ കൊള്ളാം, ഒരു കാര്യത്തിനും കൊള്ളിയല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഉള്ളിന്റെ ഉള്ളിൽ ചാർജ് ഉണ്ടെങ്കിലേ നിന്നെ കൊണ്ട് എന്തെങ്കിലും ഗുണമുള്ളൂ. ആമേൻ. ഏത് ചാർജ്? ഏത് ചാർജ്? പരിശുദ്ധാത്മാവിന്റെ ചാർജ്. അടുത്തിരിക്കുന്ന ആൾക്കൊന്ന് കൈ കൊടുത്തോണ്ട് പറഞ്ഞേ, പരിശുദ്ധാത്മാവിന്റെ ചാർജ് ഇല്ലെങ്കിൽ നിന്നെ കൊള്ളത്തില്ല. പറഞ്ഞു കൊടുത്തേ. അതേന്ന് ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ല, കൊള്ളാം, നല്ല വീട്ടുപേരുള്ള കുടുംബത്തിലെയാ, നല്ല അന്തരീക്ഷമൊക്കെ ഉണ്ട്, പക്ഷെ ചാർജ് ഇല്ലെങ്കിൽ ഒരു കാര്യമില്ല ചേട്ടാ, ഒരു കാര്യമില്ല ചേച്ചി. നിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവിന്റെ ചാർജ് വേണമെന്ന്. ഈ പരിശുദ്ധാത്മാവിന്റെ ചാർജിങ് പവർ ഹൗസിൽ നിന്നാണെന്ന്. നമ്മളിങ്ങനെ കണക്ട് ചെയ്ത് ജെറുസലേമിന്റെ മണ്ണിൽ കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുന്നത് എന്തിനാ? നമ്മളിങ്ങനെ നമ്മുടെ ജീവിതത്തെ ഇങ്ങനെ കണക്ട് ചെയ്തിരിക്കുക. പരിശുദ്ധാത്മാവിന്റെ ചാർജ്. ഹല്ലേലൂയാ, ഹല്ലേലൂയ, ഹല്ലേലൂയാ, ഹല്ലേലൂയ, ഹല്ലേലൂയാ, ഹല്ലേലൂയ. ഈ പരിശുദ്ധാത്മാവിന്റെ ചാർജ് കിട്ടിയാൽ എന്താ ഗുണമെന്നറിയോ? നമ്മൾ നല്ല പവർഫുൾ ആകുമെന്ന് മാത്രമല്ല, നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാവും. ആമേൻ, 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 ആമേൻ. നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം, എല്ലാ സംശയങ്ങൾക്കുമുള്ള ഉത്തരം. നിന്റെ തലയ്ക്കകത്തുള്ള ഏത് ഭാരം പിടിച്ച കാര്യമാണെങ്കിലും ദേ ഇത്രയും നേരം കേട്ടതും മറന്നുപോയെങ്കിൽ ഇത് കേട്ടോ. നിന്റെ ജീവിതത്തില് നീ ഇന്ന് കടന്നു പോകുന്ന ഏത് വിഷയത്തിന് ഉത്തരം ഏതാണെന്നറിയോ? പരിശുദ്ധാത്മാവ്.
ഒറ്റ കാര്യം വിശ്വസിച്ചോ, പരിശുദ്ധാത്മാവിനെ നിനക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമോ? ഈ ചാർജ് നിന്റെ ഉള്ളിലുണ്ടോ? നിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഉത്തരമുണ്ട്. ഹല്ലേലൂയാ, ഹല്ലേലൂയ, ഹല്ലേലൂയാ. ഹല്ലേലൂയ. ഇല്ലെങ്കിൽ എന്നാ പറ്റുമെന്നറിയോ? രാവിലെ മുതൽ ഇങ്ങനെ ആലോചിച്ച് വിഷമിച്ച് ഇന്നലകളിലെ സംഭവങ്ങൾ തലയ്ക്കകത്ത് പറഞ്ഞ് ഓർത്തോണ്ടിരിക്കും. ഇത് തന്നെ പലരുടെയും പണി, പലരുടെ അവസ്ഥ അങ്ങനെയാ. ഹല്ലേലൂയാ, ഹല്ലേലൂയ, ഹല്ലേലൂയാ, ഹല്ലേലൂയ, ഹല്ലേലൂയാ. ഹല്ലേലൂയ. ഈ സ്വഭാവത്തിനൊരു മാറ്റം വേണ്ടേ? ഏത് സ്വഭാവം? ഈ ഓർത്തോണ്ടിരിക്കുന്ന സ്വഭാവം, ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സ്വഭാവം, ഇന്നലകളിലെ ഓർമ്മകളിൽ തളം കെട്ടിക്കിടക്കുന്ന സ്വഭാവത്തിന് ഒരു മാറ്റം വേണ്ടേ? ഈ ജെറുസലേം നഗരി നിന്നെ വിളിക്കുന്നത് നിന്റെ സ്വഭാവത്തിനൊരു മാറ്റം വേണം. ആമേൻ, 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 ആമേൻ. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞേ, നിന്റെ സ്വഭാവത്തിനൊരു മാറ്റം വേണം. ആ ചേച്ചിക്ക് വലിയ സന്തോഷമായി. കുറച്ച് നാളായി ഇവളോട് ഇത് പറയണമെന്ന് ഓർത്തിരിക്കുകയായിരുന്നു. ഇപ്പോഴാണിത് പറയാൻ കിട്ടിയ ഒരു അവസരം അല്ലേ? എൻ്റെ പ്രിയരെ, പറയുന്ന എൻ്റെയും കേൾക്കുന്ന നിങ്ങളുടെയും ഒക്കെ ഈ സ്വഭാവ രീതികൾക്ക് വലിയ വ്യത്യാസം ഉണ്ടാവുമെന്ന്. പരിശുദ്ധാത്മാവിനെ കൂട്ടിന് പിടിച്ചാലേ പരിശുദ്ധാത്മാവ് നിന്റെ ജീവിതത്തെ അടിമുടി മൊത്തത്തിലൊന്ന് ഉടച്ചങ്ങോട്ട് വാർക്കും. എസെക്കിയേൽ പ്രവചനത്തിൽ ഒരു സുന്ദരമായ വചനം ഒന്ന് പഠിച്ചാലോ? എസെക്കിയേലിന്റെ പ്രവചനം 37-ാം അധ്യായം, വളരെ പരിചിതമായ ഒരു ദൈവവചനമാണ്. ഇപ്പോൾ വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ ചില കാര്യങ്ങൾ പഠിപ്പിക്കുകയാണ്. 37-ാം അധ്യായം അതിൻ്റെ 11 മുതലുള്ള വചനങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചോളൂ. 37-ാം അധ്യായം ഒന്ന് എടുത്തേ. 37-ാം അധ്യായത്തിന്റെ ഹെഡിങ് എന്തുവാ? അസ്ഥികളുടെ താഴ്വര. അസ്ഥികളുടെ താഴ്വര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരണ്ട അസ്ഥികൾ ഇങ്ങനെ കൂനിയായിട്ട് ഇങ്ങനെ കിടക്കുക. വരണ്ട അസ്ഥികൾ അതിങ്ങനെ കിടക്കുമ്പോൾ അതിൻ്റെ മധ്യത്തിലേക്ക് ഒരു പ്രവാചകനെ ദൈവം കൂട്ടിക്കൊണ്ടുവരും. ആ പ്രവാചകന്റെ പേരാണ് എസെക്കിയേൽ. ആ പ്രവാചകൻ അവിടെ നിന്നൊരു ചോദ്യം ചോദിക്കും. എന്താ ചോദ്യം എന്നറിയോ? ദൈവമേ, ഈ അസ്ഥികൾക്ക് ജീവനുണ്ടാകുമോ? ഇവയ്ക്കൊരു മാറ്റമുണ്ടാകുമോ? ഈ ചോദ്യം നമ്മുടെ ഉള്ളിലുണ്ടല്ലോ. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തെ ഓർത്തുകൊണ്ട് നമുക്കൊരു ചിന്തയുണ്ട്. ഇനി എനിക്കൊരു മാറ്റം ഉണ്ടാവുമോ? ഇനി ഇത്രയും പ്രായമായി, പെട്ടിയിലോട്ട് പോകാറായി. ഏത് പെട്ടി ചേച്ചി? ട്രങ്ക് പെട്ടിയല്ല, ശവപ്പെട്ടി. അതേന്ന് പെട്ടിയിലോട്ട് കാല് നീട്ടിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ എന്നാ മാറാനാ? ഇനിയിപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ ജീവിച്ചാൽ പോരെ? രാവിലെ മുതൽ നെടുവീർപ്പിട്ട്, അല്ലേ? ചിലരെ കണ്ടിട്ടില്ലേ നെടുവീർപ്പിട്ട്? നിങ്ങൾക്കറിയോ നെടുവീർപ്പിടാൻ അറിയോ? അറിയോന്ന്? രാവിലെ മുതൽ അതല്ല അച്ഛൻ ഞങ്ങളുടെ മെയിൻ പരിപാടി, അല്ലേ? രാവിലെ മുതൽ നെടുവീർപ്പിട്ട് ഇങ്ങനെ ഇരിക്കുവാണ്. ഇനി എന്നാ മാറ്റം ഉണ്ടാവാനാ? ദേ, ഈ ജെറുസലേമിന്റെ മണ്ണിൽ ഇരിക്കുമ്പോൾ നീ നെടുവീർപ്പിട്ടോണ്ടിരിക്കണ്ട, വേണ്ടെന്ന്. കാരണം എന്തെന്നറിയോ? ദേ, നിന്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് ചില മാറ്റങ്ങൾ വരുത്താൻ ആഗ്രഹിക്കുന്നു. ഒച്ചത്തിൽ പറഞ്ഞേ ആമേൻ, 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 ആമേൻ. ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ ദീർഘായുസ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് പല സ്ഥലങ്ങളിലും. എന്തുവാ ഈ ദീർഘായുസ്? ദീർഘായുസ് എന്ന് പറഞ്ഞ എന്താ അർത്ഥം? ദീർഘായുസ് നൽകി നിന്നെ അനുഗ്രഹിക്കും. ബൈബിളിൽ പല സ്ഥലത്തും എഴുതി ദീർഘായുസ് നൽകും എന്ന് പറഞ്ഞ അർത്ഥം എന്താ? നീ ഒരു 200 വർഷം ജീവിച്ചിരിക്കും, 250 വർഷം ജീവിച്ചിരിക്കും. ആണോ ചേച്ചി? അല്ല. അർത്ഥം എന്താ? നീ എത്ര വർഷം ജീവിച്ചിരിക്കുന്നുവോ അത്ര വർഷം ആക്റ്റീവായിട്ടിരിക്കും. അതാ അതിന്റെ അർത്ഥം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നീ 40 വർഷം ജീവിച്ചുള്ളൂ ആയിക്കോട്ടെ, 40 വർഷം നല്ല ആക്റ്റീവായിട്ടിരിക്കും കേട്ടോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഉണക്കയിരിപ്പല്ലെന്ന് ചേട്ടാ. ഈ ഉണക്കയിരിപ്പല്ല, ഇങ്ങനെ ഏതായാലും ഒരു ജീവിതം ഉള്ള ജീവിതം ദീർഘായുസ് എന്ന് പറഞ്ഞാൽ ബൈബിള് പഠിപ്പിക്കുന്നത് നീ എത്ര വർഷം ഈ ഭൂമിയിൽ ജീവിച്ചോ ആ ഉള്ള വർഷം ആക്റ്റീവായിട്ടിരിക്കണം, ജീവനോടെ ഇരിക്കണം. ഉറക്കം തൂങ്ങിയും ആവലാതിപ്പെട്ടും പിറുപിറുത്തും ഇന്നലകളെ കുറിച്ചോർത്ത് ഇന്നലകളുടെ തടവറയിൽ നീ കിടക്കേണ്ടവനല്ല, മറിച്ച് നീ ആക്റ്റീവായിട്ടിരിക്കണം. ഹല്ലേലൂയാ, ഹല്ലേലൂയ, ഹല്ലേലൂയാ, ഹല്ലേലൂയ. ഈ ആക്റ്റീവായിട്ടിരിക്കുക എന്ന് പറയുന്നത് ശരീരത്തിന് മുഴുവൻ സമയം ബലമുള്ളപ്പോൾ മാത്രമല്ല. കാരണം ഇത് ഞാൻ പറയുമ്പോൾ ചിലർ ചിന്തിക്കും, എൻ്റെ അച്ഛ, എൻ്റെ രോഗം നടുവേദന, കാലുവേദന, പിത്തം, വാദം ആയിക്കോട്ടെ, അപ്പം ഞാൻ എങ്ങനെ ആക്റ്റീവാകും? നീ ആക്റ്റീവായിട്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നിനക്ക് ഈ ഭൂമി നിനക്ക് എന്ത് സമ്മാനിച്ചിട്ടുണ്ട് എന്നുള്ളതിനെ ആശ്രയിച്ചിട്ടല്ല, മറിച്ച് നിന്റെ ഉള്ളിൽ നിനക്ക് എന്തുണ്ട് എന്നുള്ളതിനെ ആശ്രയിച്ചിട്ടാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വിശുദ്ധരുടെയൊക്കെ ജീവിതം എടുത്ത് വായിച്ചു നോക്കി. വിശുദ്ധരൊക്കെ എത്ര വർഷം ജീവിച്ചിരുന്നു? 100, 150, 200 വർഷം ജീവിച്ചിട്ടാണോ? അല്ലെന്ന്. കുറച്ച് വർഷമേ ഉള്ളൂ, കുറച്ച് വർഷം. ആ ഉള്ള വർഷം അവർ ആക്റ്റീവായിരുന്നു. രോഗങ്ങളും പ്രതിസന്ധികളും സങ്കടങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അവർ ആക്റ്റീവായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനൊരാഗ്രഹം വേണം, അതിനൊരാഗ്രഹം വേണം. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞ് നിവർന്നിരിക്കുക, അതിന് നിനക്ക് ആക്റ്റീവായിട്ടിരിക്കുക, ആഗ്രഹം വേണം. പറഞ്ഞു കൊടുക്കുക, പറഞ്ഞു കൊടുക്കുക കേട്ടാ. ഒന്നും ചെയ്യല, പാവാ, അതിൻ്റെ ആ ഇരിപ്പ് മാത്രമേ ഉള്ളൂ. പറഞ്ഞു കൊടുക്കുക, ആക്റ്റീവായിട്ടിരിക്കണം. ഒരു ജീവിതം ഉള്ളത്, ഒരൊറ്റ ജീവിതമുള്ളൂ. നീ ഇരിക്കുമ്പോൾ നീ നല്ല ആക്റ്റീവായിട്ടിരിക്കണം, അന്തസ്സോടുകൂടെ ജീവിക്കണം. അന്തസ്സോടുകൂടെ ജീവിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ അന്തസ്സോടുകൂടെ ജീവിക്കുന്നതിന് വേണ്ട കാര്യങ്ങളാണ് ഈ കൺവെൻഷൻ നമുക്ക് സമ്മാനിക്കുന്നത്. വെറുതെ ഇവിടെ വന്ന് കൈയടിച്ചും പാട്ടും പാടി പോയാൽ പോരെന്ന്, മറിച്ച് ഇവിടുന്ന് പോകുമ്പോൾ നല്ല എനർജറ്റിക്, ഇതാണ് ഇവിടെ പവർ ഹൗസ് ആണ്. ഇവിടെ നിന്ന് പവർ സ്വീകരിച്ച് ശക്തിയിൽ നീ വേണം പോകാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ പൊന്നു ചേച്ചി, അങ്ങനെയെങ്കിലും അമ്മായിയമ്മയുടെ ഒക്കെ എതിർക്കാൻ ശക്തി കിട്ടുള്ളൂ. വെറുതെ ഇങ്ങനെ ഉണങ്ങിപ്പോവും. നല്ല ആരോഗ്യം വേണമെന്ന് എന്ന് പറഞ്ഞ്, ഈ ആരോഗ്യം എന്ന് പറഞ്ഞ് നിന്റെ ഉള്ളിലാണ് കിട്ടേണ്ടത്. ഉള്ളിൽ പല പല പ്രശ്നങ്ങളുണ്ടാവും. കൊടുങ്കാറ്റടിക്കും, തീ കത്തുന്ന അഭിഷേകമുണ്ട്, പല കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ ഒക്കെ ഒത്ത നടുവിൽ നിനക്ക് ഏത് പ്രശ്നത്തെ നേരിടണമെങ്കിൽ നിന്റെ ഉള്ളിൽ ഈ കാറ്റടിക്കുന്ന അഭിഷേകം വേണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇല്ലെങ്കിൽ പെട്ടെന്ന് മാടിപ്പോകുന്നു. ചിലരെ കണ്ടില്ലേ, ഒരൊറ്റ വാക്ക് മതി, ഒറ്റ വാക്ക് മതി. ഒറ്റ വാക്ക്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെണ്ണ, ആ പെണ്ണിന് ഇച്ചിരി അലർജി രോഗം വന്നു. അവ കൂടെ പഠിക്കുന്ന പെൺകുട്ടികൾ അവളോട് ചോദിച്ചു, എടി നിന്നെ എന്തിനു കൊള്ളാം, നിന്നെ എന്തിനു കൊള്ളാം, നിനക്ക് ഈ രോഗവും കഷ്ടപ്പാട് നിന്നെ എന്തിനു കൊള്ളാം? ഇപ്പൊ ക്ലാസ്സിൽ പോണില്ല, വീട്ടിൽ ഇരിക്കുക. ഞാൻ ചെന്ന് കണ്ടപ്പോൾ ഈ കൊച്ചെന്നോട് ചോദിച്ചു, അച്ഛാ എന്നെ എന്തിനു കൊള്ളാം, എന്നെ എന്തിനു കൊള്ളാം. നേരം വെളുക്കുമ്പം തൊട്ട് ഈ കൊച്ചി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യം, എന്നെ എന്തിനു കൊള്ളാം, എന്നെ എന്തിനു കൊള്ളാം, എന്നെ എന്തിനു കൊള്ളാം. തലയ്ക്കകത്തോട്ട് കയറിയിരിക്കുന്നത് കൂട്ടുകാരി പറഞ്ഞ സെന്റൻസാ, എന്നെ എന്തിനു കൊള്ളാം. ഇവിടെ ഇരിക്കുന്നുണ്ടാവും ചിലര്, നിന്നെക്കുറിച്ച് നാട്ടുകാർ ചിലത് പറഞ്ഞു, നിന്നെക്കുറിച്ച് നിന്റെ വീട്ടുകാർ പറഞ്ഞു, നിന്നെക്കുറിച്ച് നിനക്ക് തന്നെ തോന്നി, നിനക്കുണ്ടായ ഒരു തെറ്റായ ജീവിത അനുഭവം, വട്ടവർ എന്തു ആയിക്കൊള്ളട്ടെ, വചനത്തിൽ നീ വിശ്വസിച്ചോണം. നിന്റെ ജീവിതത്തെ പരിശുദ്ധാത്മാവ് വിശുദ്ധീകരിക്കാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എസെക്കിയേലിന്റെ പ്രവചനം എടുത്തേ. എസെക്കിയേലിന്റെ പ്രവചനം 37 അധ്യായം അസ്ഥികളുടെ താഴ്വര. നമ്മളത് ഇങ്ങോട്ട് വായിച്ചിട്ട് ആ 10ാം വചനം വായിച്ചിട്ട് നമുക്ക് 11ാം വചനം വായിക്കാം. 10ാം വചനം ഒന്ന് വായിച്ചേ. അവിടുന്ന് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു. അപ്പോൾ ജീവശ്വാസം അവരിൽ പ്രവേശിച്ചു. അവർ ജീവൻ പ്രാപിച്ചു. പറഞ്ഞേ, അവർ ജീവൻ പ്രാപിച്ചു. വളരെ വലിയ ഒരു സൈന്യം പോലെ അവർ എഴുന്നേറ്റ് നിന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വളരെ വലിയ ഒരു സൈന്യം പോലെ അവർ എന്ന് പറഞ്ഞാൽ ആരാ? അസ്ഥികൾ, വരണ്ടുണങ്ങിയിരുന്ന അസ്ഥികൾ, ജീവനില്ലാതിരുന്ന അസ്ഥികൾ, മാംസം വെച്ച് ഇതാ ശരീരത്തിന് ഞരമ്പ് പിടിക്കപ്പെട്ട് ശരീരത്തിന് ജീവൻ പ്രാപിച്ച് മാംസം വെച്ച് അവരിങ്ങനെ എഴുന്നേറ്റ് നിന്നു. ബൈബിള് പറയുന്നു, ഒരു സൈന്യം പോലെ എഴുന്നേറ്റ് നിന്നു. എങ്ങനെ? ഒരു സൈന്യം പോലെ. സൈന്യം എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? സൈന്യം, പട്ടാളക്കാരെങ്ങനെയാ? നല്ല ആരോഗ്യത്തോടു കൂടിയാ. പട്ടാളക്കാർ ഉറക്കം തൂങ്ങിയാണോ ചേച്ചി? ആ ചേച്ചി ഇപ്പൊ ഉരുണ്ട് വീഴും. പട്ടാളക്കാർ ഉറക്കം തൂങ്ങിയാണോ നിൽക്കുന്നത്? ഇനി ആ ചേച്ചീനെ നോക്കണം, ഇങ്ങോട്ട് നോക്ക്, ഇതാണ് ശല്യം. ഇങ്ങോട്ട് നോക്ക്, ആ ചേച്ചിക്ക് നാണം തോന്നത്തില്ല. എല്ലാരും കൂടെ നോക്കല്ലേ, ഇങ്ങോട്ട് നോക്കിയേ. ദേ, പട്ടാളക്കാർ ഉറക്കം തൂങ്ങിയാണോ ഇരിക്കുന്നത്? ആണോ? അല്ലെന്ന്. പട്ടാളക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എന്തിനും തയ്യാറാണ്. എപ്പോൾ വേണമെങ്കിലും ശത്രുവിനെ നേരിടാൻ തയ്യാറാണെന്ന്, എപ്പോൾ വേണമെങ്കിലും ഏത് പ്രതിസന്ധിയെ നേരിടാൻ തയ്യാറാണ്. ഇവിടെ ഇരുന്ന് ഈ പവർ ഹൗസിൽ ഇരുന്ന് ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എൻ്റെ സഹോദര സഹോദരി, നമ്മൾ സ്വീകരിക്കുന്ന കൃപ എന്താണെന്നറിയോ? ഏത് പ്രശ്നത്തെ നേരിടാൻ സന്നദ്ധരായിട്ടുള്ള യുദ്ധമുന്നണിയിൽ നിൽക്കുന്നവരാണ് നമ്മൾ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ നമ്മളെ തളർത്തിക്കളയാൻ ആർക്കും പറ്റിയല്ല. ആമേൻ, 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 ആമേൻ. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞ്, നിന്നെ തളർത്താൻ ആർക്കും പറ്റിയല്ല.
നിന്നെ തളർത്താൻ ആർക്കും പറ്റിയല്ല. ആമേൻ, 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 ആമേൻ. 11-ാം തിരുവചനം തൊട്ട് വായിക്കാം. ശ്രദ്ധയോടെ വായിച്ചോണേ. ഇത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാ ചില കാര്യങ്ങൾ ഓരോരുത്തരെയും പഠിപ്പിക്കും. ശ്രദ്ധയോടെ വായിച്ച് ഞാൻ വായിക്കാൻ നിങ്ങളൊന്ന് ഏറ്റു പറയണം. അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ഇസ്രായേൽ ഭവനം മുഴുവനുമാണ്. ഇസ്രായേൽ ഭവനം മുഴുവനുമാണ്. ഞങ്ങളുടെ അസ്ഥികൾ വരണ്ടുണങ്ങിയിരിക്കുന്നു, ഞങ്ങളുടെ അസ്ഥികൾ വരണ്ടുണങ്ങിയിരിക്കുന്നു, പ്രതീക്ഷ നശിച്ചിരിക്കുന്നു, പ്രതീക്ഷ നശിച്ചിരിക്കുന്നു. ഞങ്ങൾ തീർത്തും പരിത്യക്തരായിരിക്കുന്നുവെന്ന് അവർ പറയുന്നു. ഞങ്ങൾ തീർത്തും പരിരക്തരായിരിക്കുന്നു എന്ന് അവർ പറയുന്നു. കണ്ടോ, പ്രതീക്ഷ നശിച്ചിരിക്കുന്നു, പ്രതീക്ഷ നശിച്ചു. ഇനി ഒന്നും പ്രതീക്ഷിക്കാനില്ല, എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു, എല്ലാ ഭാരവും തലയ്ക്കകത്ത് കയറിയിരിക്കുന്നു. ഭാരം, ഭാരം. ഇനി എന്താണ് ജീവിതം? ഇനി എന്തു ചെയ്യും? ഇനി എന്തു ചെയ്യും? കഴിഞ്ഞ നോമ്പ് കാലഘട്ടത്തില് മലബാറിലെ താമരശ്ശേരി രൂപതയില് കൂടരഞ്ഞി എന്ന് പറയുന്ന ഒരു പള്ളി, സെന്റ് സെബാസ്റ്റ്യൻ പള്ളിയാ, മനോഹരമായിട്ടുള്ളൊരു പള്ളിയാ. ആ പള്ളിയിൽ കൺവെൻഷന് ചെന്ന അവസരത്തില് 2-ാം ദിവസം ഒരു അമ്മയും 3 പെൺകുട്ടികളും കൂടെ ആ ദേവാലയത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് കരയുന്നു. അച്ഛാ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഞങ്ങളുടെ വീട് ജപ്തി നോട്ടീസ് ഒട്ടിച്ചിരിക്കുക, അച്ഛാ ഞങ്ങൾ ഇനി എങ്ങോട്ട് പോകും? ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാം. അപ്പൊ അവര് പറഞ്ഞു, ഞങ്ങൾക്കിനി ആരാ സഹായത്തിനുള്ളത്? ഈ ജീവിത പങ്കാളി മരിച്ചു പോയതിനു ശേഷം ഈ ചേച്ചി സങ്കടത്തിലാണ്. 3 കുഞ്ഞുങ്ങളെയും കൊണ്ട്, പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങളെയും കൊണ്ട് ജീവിക്കണം. ഭാരം അത്രമേലുണ്ട്. എന്തു ചെയ്യും? വിഷമം, സങ്കടമുണ്ട്. സാമ്പത്തികമായ ചില കടബാധ്യതകൾ വന്നിട്ട് ഈ ബാങ്കുകാര് ഈ വീട് എടുത്തോണ്ട് പോകും, ജപ്തിയിലെത്തിയിരിക്കുന്നു. എന്തു ചെയ്യും? വിഷമം, സങ്കടം. ഈ ചേച്ചി ചോദിച്ച ചോദ്യം, അച്ഛാ എൻ്റെ ഈ വിഷമത്തിൽ ആരെന്നെ സഹായിക്കും? ആരെന്നെ സഹായിക്കും? ആർക്കെന്നെ മനസ്സിലാകും? ആർക്കെന്നെ മനസ്സിലാകും? സങ്കീർത്തനം 121 അത്. ആ ചോദ്യം ഒന്ന് വായിച്ചേ. സങ്കീർത്തനം 121-ന്റെ 1-ാം വചനം ഏതാത്? വായിച്ചേ. പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? കണ്ടോ ആ ദേവാലയത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഒരു അമ്മയും 3 കുഞ്ഞുങ്ങളും ചോദിച്ച ചോദ്യം, അച്ഛാ ഞങ്ങളെ ആര് സഹായിക്കും അച്ഛാ? പർവ്വതങ്ങളിലേക്ക് എന്ന് പറഞ്ഞാൽ ഇനി ഉത്തരമില്ല, അത്രമേൽ ഭാരം. ആരാ സഹായിക്കണേ? ആർക്കെന്നെ മനസ്സിലാകും? അത്രമേൽ വിഷമം ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുമ്പോ ചോദ്യം, ആർക്കെന്നെ മനസ്സിലാകും? ആർക്കെന്നെ മനസ്സിലാകും? ആരെന്നെ സഹായിക്കും? ഇവിടെ ഇരിപ്പുണ്ടല്ലോ അനേകര്, ഇതേ ചോദ്യം ഉള്ളിൽ വെച്ചുകൊണ്ട് ആർക്കെന്നെ മനസ്സിലാകും? ആര് സഹായിക്കും? പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരുന്നു? എന്നിട്ട് ദാവീദിന്റെ പുത്രൻ പഠിപ്പിക്കുന്നത് പോലെ ഒരു വചനം എഴുതിയിട്ടുണ്ടല്ലോ, എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു, ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന്. ഹല്ലേലൂയാ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്കൊരു സഹായകനുണ്ട്. ആ സഹായകനാണ് ആര്? പരിശുദ്ധാത്മാവ്. ഞാൻ ആ ചേച്ചിയോട് പറഞ്ഞു, എൻ്റെ പൊന്നു ചേച്ചി, ഈ സങ്കീർത്തനം 121 ചേച്ചിക്ക് വേണ്ടി എഴുതപ്പെട്ട സങ്കീർത്തന. ഇന്നു മുതൽ സഹോദരി ഈ വചനം ആവർത്തിച്ച് പ്രാർത്ഥിക്ക്. 8 വചനങ്ങളുണ്ട് സങ്കീർത്തനം 121, കുഞ്ഞു വചനങ്ങൾ. ഇതിങ്ങനെ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോ. കർത്താവ് ഈ വിഷയത്തിൽ ഇടപെടും. ഒരു വഴി ദൈവം തുറക്കും. കാരണം ആരും തുണയില്ലാത്തവർക്ക് ദൈവം തുണ. സഹോദരി, സർവശക്തനൊരു സഹായം നൽകും, ഉറപ്പാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കഴിഞ്ഞ ഒരു മാസത്തിന് മുമ്പ് ഈ പറഞ്ഞ ദേവാലയത്തിൽ വീണ്ടും മറ്റൊരു ശുശ്രൂഷയ്ക്ക് വേണ്ടി കടന്നു ചെന്നു. അവിടെ ചെന്നപ്പോ വീട് സന്ദർശനം, വിൻസെൻഷൻ സഭയുടെ ഒരു പ്രാർത്ഥനാ ശുശ്രൂഷയാണ് പോപ്പുലർ മിഷൻ ധ്യാനം. അതിന്റെ ഭാഗമായിട്ട് വീട് സന്ദർശനത്തിന് ചെന്ന അവസരത്തില് എൻ്റെ കൂടെ വഴി കാണിക്കുന്നൊരു ചേട്ടൻ പറഞ്ഞു, അച്ഛാ ഇനി ഈ വീട്ടിലോട്ട് അച്ഛൻ കയറി ചെല്ലേണ്ടത്, അങ്ങോട്ട് ചെല്ല്. ആ വീട്ടുകാർക്ക് അച്ഛനോട് എന്തോ സംസാരിക്കാനൊക്കെ ഉണ്ട്, അച്ഛനെ പരിചയം ഉണ്ടെന്നാ പറഞ്ഞിരിക്കണേന്ന് പറഞ്ഞു. ഞാൻ ആ വീട്ടിലോട്ട് കയറി ചെല്ലുമ്പോൾ ഞാൻ കാണുന്ന കാഴ്ച, മാസങ്ങൾക്ക് മുമ്പ് ഞാൻ കണ്ട ആ അമ്മയും 3 മക്കളും കൂടെ ആ വീടിന്റെ മുൻവശത്ത് കയ്യിൽ ചെറിയ പൂക്കളൊക്കെ പിടിച്ചുകൊണ്ട് എന്നെ സ്വീകരിക്കാൻ നിൽക്കുന്നു. ഞാൻ ചോദിച്ചു, ഈ വീട് നിങ്ങൾ ഇവിടെ എങ്ങനെ? അച്ഛാ ഇതാണ് ഞങ്ങളുടെ വീട്. അച്ഛൻ ഓർമ്മയുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. ഞങ്ങളുടെ ദേവാലയത്തിന്റെ മുൻവശത്ത് വെച്ച് കണ്ണുനീരോടുകൂടെ ഞങ്ങളുടെ ജീവിതത്തിന്റെ സങ്കടം പറഞ്ഞ അച്ഛൻ ഞങ്ങളോട് സങ്കീർത്തനം 121 വായിക്കാൻ പറഞ്ഞില്ലേ? അന്ന് മുതൽ ഇടതടവിടില്ലാതെ ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു. സ്വർഗം ഞങ്ങൾക്കൊരു സഹായകനെ തന്നിട്ടുണ്ട്, പരിശുദ്ധാത്മാവ്. ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു.
അത്ഭുതകരമെന്ന് പറയേണ്ടു. കർത്താവ് ഞങ്ങളുടെ കുടുംബത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. അച്ഛാ, ജപ്തി മാറിപ്പോയി, ഇപ്പം ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനമുണ്ട്. എന്നിട്ട് ആ വലതുവശത്തെ ഭിത്തിയിൽ കോളിംഗ് ബെല്ലിന്റെ തൊട്ടപ്പുറത്ത് ഒരു വചനം എഴുതി ഒട്ടിച്ചു വെച്ചിരിക്കുന്നു. സങ്കീർത്തനം 121:1. പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന്. എന്നിട്ട് ആ അമ്മ എന്നോട് പറഞ്ഞു, അച്ഛാ, ഈ വചനം എഴുതി ഒട്ടിച്ചിരുന്ന സ്ഥലത്താണ് അച്ഛാ ജപ്തി നോട്ടീസ് മാസങ്ങൾക്ക് മുമ്പ് ഒട്ടിച്ചിരുന്നത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നടുക്കടലിൽ കിടന്ന് പ്രാണം പിടയുന്ന വേദനയോടുകൂടെ ഞങ്ങൾ കരഞ്ഞ നാളുകളിൽ ഞങ്ങൾക്ക് മുമ്പിൽ സ്വർഗം ഒരു സഹായകൻ പരിശുദ്ധാത്മാവിനെ നൽകിയത് കൊണ്ട് അച്ഛാ പല വഴികളിൽ ഞങ്ങളൊന്ന് പിടിച്ചു നിൽക്കുന്നത്. കർത്താവ് ഞങ്ങളെ ഉപേക്ഷിച്ചിട്ടില്ല. ഞാനിത് പറയുമ്പോൾ ഒറ്റപ്പെട്ട സംഭവം അല്ലെന്ന് എന്നെ കേൾക്കുന്ന 10,000-ങ്ങൾക്ക് പറയാൻ അതിനു മേലെ സംഭവങ്ങളുണ്ടല്ലോ. സകലതും നഷ്ടപ്പെട്ടു എന്ന് കരുതിയിടത്ത് നിന്റെ ജീവിതത്തിൽ കാറ്റടിച്ച് സകലതും പോയി. പ്രളയം വന്നതും കൊറോണ വന്നതും മറന്നിട്ടില്ലല്ലോ. നിന്റെ വീട്ടിലെ പല പല പ്രശ്നങ്ങൾക്ക് മുമ്പിലും തകർന്നു പോകാതെ നിന്നെ പിടിച്ചു നിർത്തിയത് ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാന്ന്. ദേ എസെക്കിയേലിന്റെ പ്രവചനം 38-37 അതിന്റെ 11 ഒന്നും കൂടെ വായിച്ചേ. ചാപ്റ്റർ 37:11 ഒന്നും കൂടെ വായിച്ചേ. 37:11. അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ഇസ്രായേൽ ഭവനം മുഴുവനുമാണ്. ഞങ്ങളുടെ അസ്ഥികൾ വരണ്ടിരിക്കുന്നു, പ്രതീക്ഷ നശിച്ചിരിക്കുന്നു, ഞങ്ങൾ തീർത്തും പരിത്യക്തരായിരിക്കുന്നു. ആകയാൽ അവരോട് പ്രവചിക്കുക, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, എൻ്റെ ജനമേ, ഞാൻ കല്ലറകൾ തുറന്ന് നിങ്ങളെ ഉയർത്തും. ഹല്ലേലൂയാ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് ഇവിടെ ഇരിക്കുന്നവരിൽ സംഭവിക്കട്ടെ. ആമേൻ, ആമേൻ. ഏറ്റെടുക്കണമെന്ന്. കല്ലറകൾ തുറന്ന് എന്നെ ഉയർപ്പിക്കുന്നൊരു ദൈവം. ആമേൻ, 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 ആമേൻ. ഏത് കല്ലറ എന്നറിയോ? നിന്റെ ജീവിതത്തിന്റെ ഇന്നലകളിലെ ഓർമ്മകളുടെ കല്ലറ, നിന്റെ ജീവിതത്തിൽ ഇന്നോളം സംഭവിച്ച പാപത്തിന്റെ കല്ലറ, നിന്റെ ജീവിതത്തിൽ ഇന്നോളം സംഭവിച്ച തെറ്റായ തീരുമാനങ്ങളുടെ കല്ലറ, നിന്റെ പാപത്തിന്റെ ചെളിക്കുണ്ടിന്റെ കല്ലറ. ഈ കല്ലറ തുറന്ന് അതിൽ നിന്ന് കർത്താവ് നിന്നെ പുറത്തു കൊണ്ടുവരുന്നെന്ന് പറഞ്ഞാൽ നിന്റെ ജീവിതത്തെ കർത്താവ് വിശുദ്ധീകരിക്കുന്നു. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയ. വചനം ഒന്ന് വായിച്ചു നോക്കിയേ. എൻ്റെ ജനമേ, ഞാൻ കല്ലറകൾ തുറന്ന് നിങ്ങളെ ഉയർത്തും, ഇസ്രായേൽ ദേശത്തേക്ക് ഞാൻ നിങ്ങളെ തിരികെ കൊണ്ടുവരും. എൻ്റെ ജനമേ, കല്ലറകൾ തുറന്ന് നിങ്ങളെ ഞാൻ ഉയർത്തുമ്പോൾ ഞാനാണ് കർത്താവെന്ന് നിങ്ങൾ അറിയും. എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും, നിങ്ങൾ ജീവിക്കും, ഞാൻ നിങ്ങളെ നിങ്ങളുടെ സ്വന്തം ദേശത്ത് വസിപ്പിക്കും. കർത്താവായി ഞാനാണിത് പറഞ്ഞതെന്നും പ്രവർത്തിച്ചതെന്നും അപ്പോൾ നിങ്ങൾ അറിയും. ഹല്ലേലൂയാ, ഹല്ലേലൂയ. ഒന്ന് ചാടി എഴുന്നേറ്റ് നിന്ന്, ചാടി എഴുന്നേറ്റ് നിന്നേ, ചാടി എഴുന്നേറ്റ് നിന്നേ, പോരെന്നേ, ചാടി എഴുന്നേറ്റ് നിന്നേ. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് നിവർത്തി ഉയർത്തിപ്പിടിച്ചേ. തലയ്ക്ക് മുകളിൽ ഉയർത്തിപ്പിടിച്ചോ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് വേണ്ടത് ഈ കാലഘട്ടത്തിന്റെ അഭിഷേകം. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോ. മറ്റൊന്നും ചിന്തിക്കേണ്ട. നിന്റെ ജീവിതത്തിന്റെ കല്ലറകൾ തുറന്ന് കർത്താവ് നിന്നെ ഉയർത്താൻ ആഗ്രഹിക്കുന്ന ശുശ്രൂഷ. ഈ ജെറുസലേമിന്റെ മണ്ണ് നിന്റെ ജീവിതത്തിൽ വിടുതലിന്റെ ശുശ്രൂഷയുടെ മണ്ണാണ്. ഇന്നോളം നീ കടന്നു വന്ന ജീവിതത്തിന്റെ സകല ഭാരങ്ങൾ ഇറക്കി വെച്ച് വിശുദ്ധീകരണത്തിന്റെ ശുശ്രൂഷ സമയം. കരങ്ങൾ 2 സ്വർഗത്തിലേക്ക് നന്നായിട്ട് നിവർത്തി ഉയർത്തിപ്പിടിച്ച്. അടുത്ത് നിൽക്കുന്നയാൾ എങ്ങനെ പ്രാർത്ഥിക്കുന്നുവെന്നല്ല, മറിച്ച് നീ എങ്ങനെ പ്രാർത്ഥിക്കുന്നുവെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അടുത്തുള്ളവർ എങ്ങനെ വേണമെങ്കിലും പ്രാർത്ഥിച്ചോട്ടെ. ഈ ജെറുസലേമിന്റെ മണ്ണിൽ വന്നത് എന്തിനെന്നറിയോ? പ്രാർത്ഥിച്ച് അഭിഷേകം പ്രാപിക്കാൻ. കരങ്ങൾ 2 സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ഒരല്പസമയം പരിശുദ്ധാത്മാവ് നിന്നെ പ്രേരിപ്പിക്കുന്നത് പോലെ, വേറെ ഒന്നുമല്ല, പരിശുദ്ധാത്മാവ് നിന്നെ പ്രേരിപ്പിക്കുന്നത് പോലെ ഒരു പുതിയ പന്തക്കുസ്ത, ഒരു പുതിയ അഭിഷേകം, ഈ കാലഘട്ടത്തിന്റെ അഭിഷേകം നിന്നിൽ സംഭവിക്കുന്ന സമയമാണ്. നാവ് തുറക്കണം, നിന്റെ നാവിന്റെ കെട്ടുകൾ അഴിയണം, പരിശുദ്ധാത്മാവേ എന്ന് വിളിക്കണം. കരങ്ങൾ ഉയർത്തി ഭാഷാവരത്തിലൊക്കെ പ്രാർത്ഥിക്കാൻ കൃപ ലഭിക്കുന്നവര് ഭാഷാവരത്തിലൊക്കെ പ്രാർത്ഥിച്ചോളൂ. കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോ, സ്വരം ഉയർത്തിക്കോ, നാവ് തുറന്നോ, ഹൃദയം തുറന്നോ. പോരല്ലോ, പോരല്ലോ, പോരല്ലോ. കെട്ടുകൾ അഴിയുന്ന ദൈവശക്തി വെളിപ്പെടുന്ന ഒരു പുതിയ അഭിഷേകം, ഈ കാലഘട്ടത്തിന്റെ അഭിഷേകം. കരങ്ങൾ ഉയർത്തി, സ്വരമുയർത്തി, പരിശുദ്ധാത്മാവേ വിളിക്കട്ടെ, 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 വിളിക്കട്ടെ. സ്തുതിക്കട്ടെ, 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 സ്തുതിക്കട്ടെ. ഓ ദൈവശക്തി, പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ മേൽ വെളിപ്പെടുന്ന സമയം, ഈ ശുശ്രൂഷ സമയത്ത് ഓരോ വ്യക്തിയിലും വെളിപ്പെടട്ടെ. ഭാരപ്പെടുന്ന ഓരോ വ്യക്തിയിലും വെളിപ്പെടട്ടെ. ജീവൻ
ജീവന്റെ ആത്മാവ്, ജീവശ്വാസത്തിന്റെ ശക്തി ഓരോ വ്യക്തിയിലും ചലിക്കട്ടെ. കരങ്ങൾ ഉയർത്തുന്നു, പോരാ, സ്വരം ഉയർത്തുന്നു. പരിശുദ്ധാത്മാവേ, നിറയട്ടെ, എന്നിൽ കവിയട്ടെ, എന്നിൽ ഒഴുകട്ടെ പുതിയൊരു അഭിഷേകം. നിറയട്ടെ, നിറയട്ടെ, എന്നിൽ കവിയട്ടെ, എന്നിൽ ഒഴുകട്ടെ പുതിയൊരു അഭിഷേകം. കൈയടിച്ചേ, കൈയടിച്ചേ. നിറയട്ടെ, എന്നിൽ കവിയട്ടെ, കൈകളടിച്ച്. എന്നിൽ ഒഴുകട്ടെ പുതിയൊരു അഭിഷേകം. ആമേൻ. നിറയട്ടെ, എന്നിൽ കവിയട്ടെ, ഓ ഹോളി സ്പിരിറ്റ്, എന്നിൽ ഒഴുകട്ടെ പുതിയൊരു അഭിഷേകം. ഈ കാലഘട്ടത്തിന് അഭിഷേകം നിറഞ്ഞിടാൻ അധികമാമളവിൽ അഭിഷേകം പകരണമേ. ഈ കാലഘട്ടത്തിന്റെ ഈ അഭിഷേകം, കാലഘട്ടത്തിന് അഭിഷേകം നിറഞ്ഞിടാൻ അധികമാമളവിൽ അഭിഷേകം പകരണമേ. കരങ്ങൾ ഉയർത്തി കൈയടിച്ച്. നിറയട്ടെ, എന്നിൽ കവിയട്ടെ, എന്നിൽ ഒഴുകട്ടെ പുതിയൊരു അഭിഷേകം. ആമേൻ. നിറയട്ടെ, എന്നിൽ കവിയട്ടെ, എന്നിൽ ഒഴുകട്ടെ പുതിയൊരു അഭിഷേകം. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി പരിശുദ്ധാത്മാവേ. വിളിക്കട്ടെ, വിളിക്കട്ടെ, വിളിക്കട്ടെ. ഓ ദൈവത്തിന്റെ ആത്മാവേ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയുടെ മേൽ ഒരു പുതിയ അഭിഷേകം, ഒരു കാറ്റടിക്കുന്ന അഭിഷേകം, തീ കത്തുന്ന അഭിഷേകം സംഭവിക്കപ്പെടട്ടെ, സംഭവിക്കപ്പെടട്ടെ. എല്ലാ തടസ്സങ്ങളും കർത്താവിന്റെ ആത്മാവെടുത്ത് മാറ്റട്ടെ. ഓ ദൈവശക്തി അനേകരിൽ വെളിപ്പെടുന്ന സമയം മരണഭയം കർത്താവ് എടുത്തു മാറ്റുന്നു, മരണഭയം കർത്താവ് എടുത്തു മാറ്റുന്നു. പരിശുദ്ധാത്മാവ് ഓരോ വ്യക്തിയിലും അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കുന്നു. പരിശുദ്ധാത്മ ശക്തിയില് ഓരോ വ്യക്തിയുടെ ശരീരം പ്രവർത്തിക്കട്ടെ. കരങ്ങൾ ഉയർത്തി പരിശുദ്ധാത്മാവേ. വിളിക്കട്ടെ, വിളിക്കട്ടെ, വിളിക്കട്ടെ. സ്തുതിക്കട്ടെ, 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 സ്തുതിക്കട്ടെ. ഓ ഹോളി സ്പിരിറ്റ്, ഓ ഹോളി സ്പിരിറ്റ്, ദൈവത്തിന്റെ ആത്മാവ് ഓരോ വ്യക്തിയിൽ അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കട്ടെ. എല്ലാ തടസ്സങ്ങളും പരിശുദ്ധാത്മാവ് എടുത്ത് മാറ്റട്ടെ. പരിശുദ്ധാത്മാഭിഷേകം വെളിപ്പെടുന്നു. ഏറ്റെടുത്ത് പ്രാർത്ഥിക്കട്ടെ, ഏറ്റെടുത്ത് പ്രാർത്ഥിക്കട്ടെ. ഓ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവേ. സുവിശേഷം കൈയടിച്ച്. കേൾക്കാത്ത മാനവരെ നേടിടുവാൻ കണ്ണുകളടച്ച് ഇന്നോളം സുവിശേഷം ആമേൻ കേൾക്കാത്ത മാനവരെ നേടിടുവാൻ സംഭവിക്കട്ടെ. ഇതുവരെയും പാപസുഖം വെടിയാത്ത ജീവിതങ്ങളെ നേടിടുവാൻ ഇതുവരെയും പാപസുഖം വെടിയാത്ത ജീവിതങ്ങളെ നേടിടുവാൻ ആത്മാവേ അഭിഷേകത്തിൻ ഉണർവു നൽകി നയിക്കണമേ. ആത്മാവേ അഭിഷേകത്തിൻ ഉണർവു നൽകി നയിക്കണമേ. ആത്മാവേ അഭിഷേകത്തിൻ ശക്തി നിറച്ചു നയിക്കണമേ. ആത്മാവേ അഭിഷേകത്തിൻ ശക്തി നിറച്ചു നയിക്കണമേ. അളവുകൾ പരിധികളില്ലാതെ സകലരെയും ഞാൻ സ്നേഹിക്കാൻ, സകലരെയില്ലാതെ സകലരെയും ഞാൻ സ്നേഹിക്കാൻ. നിറയട്ടെ, എന്നിൽ കവിയട്ടെ, എന്നിൽ ഒഴുകട്ടെ പുതിയൊരു അഭിഷേകം. ചേർന്ന് പാടി. നിറയട്ടെ, എന്നിൽ കവിയട്ടെ, എന്നിൽ ഒഴുകട്ടെ പുതിയൊരു അഭിഷേകം. നിറയട്ടെ, പഠിക്കേ. നിറയട്ടെ, എന്നിൽ കവിയട്ടെ, എന്നിൽ ഒഴുകട്ടെ പുതിയൊരു അഭിഷേകം. ഓ ഹോളി സ്പിരിറ്റ്, നിറയട്ടെ, ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. ഓരോ ദൈവമക്കളിലും അത് സംഭവിക്കും. എല്ലാ തടസ്സങ്ങളും പരിശുദ്ധാത്മാവെടുത്ത് പുതിയൊരു അഭിഷേകത്തിന്റെ ശക്തി, ഒരു കാറ്റടിക്കുന്ന അഭിഷേകം ദൈവജനത്തിന്റെ മേൽ വെളിപ്പെടട്ടെ. ശാരീരിക രോഗപീഠകളുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി വെളിപ്പെടട്ടെ. പരിശുദ്ധാത്മാവിന്റെ ശക്തി അത്ഭുതകരമാണ് ദൈവജനത്തിന്റെ മേൽ വെളിപ്പെടുന്ന സമയം. ഓ പരിശുദ്ധാത്മാവേ, ഈ മണ്ണിന്റെ അഭിഷേകം വെളിപ്പെടുന്നു. വിശ്വസിച്ച് ഏറ്റെടുക്കുന്നു. ദൈവിക ശക്തി വെളിപ്പെടുന്നു. കരങ്ങൾ ഉയർത്തി, സ്വരമുയർത്തി പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന സമയം പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരിലും പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. ദൈവശക്തി വെളിപ്പെടുന്നു, ശക്തമായി വെളിപ്പെടുന്നു. ഓരോരുത്തരിലും പരിശുദ്ധാത്മാവേ. അനേകരെ
പരിശുദ്ധാത്മാ സ്പർശിക്കുന്നു. സെലിൻ എന്നുള്ള ഒരു സ്ത്രീയെ കർത്താവ് സ്പർശിക്കുന്നു. ഒരു ക്യാൻസർ രോഗിയെ പരിശുദ്ധാത്മാ സ്പർശിക്കുന്നു. The mighty power, the mighty power. ഓരോ വ്യക്തിയിലും ആഞ്ഞടിക്കുന്ന അഭിഷേകം. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. ആരാധന, 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 ആരാധന. ഓ ഹോളി സ്പിരിറ്റ്, നിറയട്ടെ. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചൊരൊറ്റ വിളി, പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവെ ഏറ്റെടുക്കട്ടെ. ആരാധന, 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 ആരാധന. ഭാഷാവരത്തിന്റെ കൃപകള് അനേകർക്ക് വേണ്ടി പരിശുദ്ധാത്മാ സമ്മാനിക്കുന്നു. അനേകരുടെ നാവിൻ തമ്മിൽ പരിശുദ്ധാത്മാ ഭാഷാവരം നൽകുന്നു. അത് ലഭിക്കുന്ന ഓരോ വ്യക്തിയും വിശ്വസിച്ച് പ്രാർത്ഥിക്കട്ടെ. അടിവയറ് വേദന മൂലം വിഷമിക്കുന്ന ഒരു സ്ത്രീയെ കർത്താവ് സ്പർശിക്കുന്നു. ദൈവശക്തി നിന്റെ ശരീരത്തിൽ ആഞ്ഞടിക്കുന്നു. വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവശക്തി ഇത് കാറ്റടിക്കുന്നു. ഓ ദൈവത്തിന്റെ ആത്മാവേ, കാറ്റടിക്കട്ടെ, കാറ്റടിക്കട്ടെ, കാറ്റടിക്കട്ടെ. ആരാധന, 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 ആരാധന. രണ്ട് കരങ്ങൾ ശിരസിൽ ഒന്ന് കമഴ്ത്തി വെച്ച് കണ്ണടച്ച് പ്രാർത്ഥിച്ചോ. കർത്താവിന്റെ അത്ഭുത ശക്തി ഓരോ വ്യക്തിയുടെയും ശിരസ് മുതൽ ഉള്ളംകാൽ വരെ വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നീ നിൽക്കുന്ന സ്ഥലത്തേക്ക് അഭിഷേകം ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഒന്നിനെക്കുറിച്ച് നീ ഭാരപ്പെടണ്ട കേട്ടോ, ഒന്നിനെക്കുറിച്ച് നീ ഭാരപ്പെടണ്ട. ആന്റണി എന്ന സഹോദര, നീ വിഷമിക്കല്ലേ, ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കല്ലേ. അതൊരു ഉത്തരമല്ല. പരിശുദ്ധാത്മാവ് സഹോദരൻ അത്ഭുതകരമായിട്ട് ഇടപെടുന്നു. ഏറ്റെടുത്ത് പ്രാർത്ഥിക്കട്ടെ, വിശ്വസിച്ച് പ്രാർത്ഥിക്കട്ടെ. ഇതാ കർത്താവിന്റെ ആത്മാവ് ഈ വിഷയത്തിൽ ഇടപെടുന്നു. സഹോദര, ഇത് സഹോദരന് വേണ്ടി കർത്താവ് ഒരുക്കിയൊരു ബൈബിൾ കൺവെൻഷനാണ് കേട്ടോ. ഇത് വിശ്വസിച്ച് ഏറ്റെടുത്തോണം. ഭാരപ്പെടണ്ട. കർത്താവ് ആവർത്തിച്ച് സഹോദരനോട് പറയുന്നു, ഭാരപ്പെടണ്ട. ദൈവത്തിന്റെ ആത്മാവ് നിന്നിൽ ഇടപെടുന്നു. വിശ്വസിക്കുന്ന ഓരോരുത്തരും ഏറ്റെടുക്കട്ടെ. ഈ കഴുത്തിന്റെ വലതുവശത്തായിട്ട് തടിപ്പ്, ക്യാൻസർ രോഗമാണോ എന്ന് ഭാരപ്പെട്ടുകൊണ്ട് വിഷമിക്കുന്ന സഹോദരി, ഈശോ സഹോദരിയിൽ ഇടപെടുന്നു. അത് ഭാരപ്പെടണ്ട, അത് ഭാരപ്പെടണ്ട. കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു. പിന്നിൽ അത്ഭുതകരമായിട്ട് ഇടപെടുന്നു. ഒരു ഗർഭിണിയായ സ്ത്രീ വല്ലാണ്ട് ഭാരപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. ആ സഹോദരി വല്ലാണ്ട് ക്ഷീണതയാണ്, വല്ലാണ്ട് ദുഃഖിതയാണ്. കർത്താവ് ബലം നൽകുന്നു. ആ സഹോദരി ഉള്ളിന്റെ ഉള്ളിൽ ഇതിനു മുമ്പ് ഇതുപോലെ ഒരു കുഞ്ഞ് രൂപപ്പെട്ടിട്ട് അത് അബോർട്ട് ചെയ്യപ്പെട്ടു പോയി. എന്നാൽ ഈ കുഞ്ഞ് നഷ്ടപ്പെടില്ല. കർത്താവ് ഒരു ഉറപ്പ് നൽകുകയാണ്. ഈ കൺവെൻഷനിൽ കർത്താവ് ഒരു ഉറപ്പ് നൽകുകയാണ്. ഇത് നിരാശപ്പെടേണ്ട വ്യക്തിയല്ല. കർത്താവ് നിന്നിൽ ഇടപെടുന്നു. കർത്താവ് നിന്നിൽ ഇടപെടുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒത്തിരി ശുശ്രൂഷകരെ കർത്താവ് ബലപ്പെടുത്തുന്നു. ഒത്തിരി ശുശ്രൂഷകരെ കർത്താവ് ബലപ്പെടുത്തുന്നു. ശുശ്രൂഷയിലുള്ള മരവിപ്പ് കർത്താവ് മാറ്റുന്നു. നീ ഭാരപ്പെടണ്ട, ഭാരപ്പെടണ്ട. കർത്താവിന്റെ കരുണയുണ്ട്. വിദേശത്തുള്ള മകനെ ഓർത്ത് കരയുന്ന അമ്മേ, അമ്മയുടെ കണ്ണുനീരിന് ഉത്തരമുണ്ട്. വിശ്വസിക്കൂ, അമ്മയുടെ കണ്ണുനീരിന് ഉത്തരമുണ്ട്. Yes, I believe and I claim. I believe and I claim. ഏറ്റെടുത്ത് പ്രാർത്ഥിക്കട്ടെ. ഒരു റെവറൻഡ് സിസ്റ്റർ വലത് കാലില് നീര് നിൽക്കാൻ തന്നെ ബുദ്ധിമുട്ട്. സിസ്റ്ററെ, കർത്താവിനെ തൊടുന്നു. കാലിൽ ഐസ് വെക്കുന്നത് പോലെ ആ സിസ്റ്ററിന്റെ കാലിൽ ഇപ്പോൾ ആ സിസ്റ്ററിന്റെ സൗഖ്യം അനുഭവപ്പെടുന്നു. The mighty power. ദൈവശക്തിയാണ്. വിശ്വസിക്കൂ, ഏറ്റെടുത്ത് പ്രാർത്ഥിക്കൂ. പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരിലേക്ക് കർത്താവിന്റെ കൃപ. കരങ്ങൾ കൂപ്പിക്കേ, കണ്ണടച്ച് പ്രാർത്ഥിച്ചോ. ദൈവത്തിന്റെ ആത്മാവ് ഈ കാലഘട്ടത്തിന്റെ അഭിഷേകം നൽകി ഈ ജെറുസലേമിന്റെ മണ്ണിൽ നിന്നെ പിടിച്ചു നിർത്തിയിരിക്കുകയാണ്. എന്റെ മകനെ, നിരാശപ്പെട്ടും മരവിപ്പിലും കഴിയാനല്ല, ജീവനോടെ ഇരിക്കാൻ.
ഒരു ജീവിതം നിനക്ക് ദൈവം തന്നിട്ടുണ്ടെങ്കിൽ ഇത് വെറുതെ തളർന്നുടങ്ങി ആകുലപ്പെട്ടും ഭാരപ്പെട്ടുമല്ല, മറിച്ച് അന്തസ്സോടുകൂടെ ജീവിക്കാൻ പരിശുദ്ധാത്മാവ് നിന്നെ ബലപ്പെടുത്തുന്നു. ഉണങ്ങി വരേണ്ട അസ്ഥികൾക്ക് ജീവൻ നൽകിയ പരിശുദ്ധാത്മാവ് കല്ലറകൾ തുറന്ന് നിന്റെ ജീവിതത്തെ വിശുദ്ധീകരിക്കുന്ന ഹോളി സ്പിരിറ്റ്. യെസ്, ഐ ബിലീവ് ആൻഡ് ഐ ക്ലെയിം. ഇതെന്നിൽ സംഭവിക്കുന്നു. ഓരോ വ്യക്തിയും ഏറ്റെടുക്കട്ടെ, ഓരോ വ്യക്തിയും ഏറ്റെടുക്കട്ടെ. വലതും ഇടതു നിൽക്കുന്നവരുടെ കൈക്ക് പിടിച്ച് ആ കരം ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് ഉച്ചത്തിലൊരു പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ച്, നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.